അപ്പൊ എല്ലാവർക്കും തേർഡ് പോഡ്കാസ്റ്റ് ഓഫ് ദ വീക്ക് ആണെന്ന് തോന്നുന്നു. മിഡ് വീക്ക് മാച്ച്, പ്രീമിയർ ലീഗ് മാച്ച്, അങ്ങനെ എല്ലാം മാച്ച് കണ്ടു കഴിഞ്ഞ് എല്ലാവരും നല്ല കലിപ്പിലിരിക്കുന്ന പോഡ്കാസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഗണേശനൊക്കെ രാവിലെ തൊട്ട് കലിപ്പില്. അപ്പോ സ്ലോട്ട് എറയിലെ ആദ്യത്തെ 0-0 റിസൾട്ടാണ്. ആകെയുള്ള ആശ്വാസം FPL വാൻഡൈക്കൊക്കെ ഉള്ളവർക്ക് കുറച്ച് പോയിന്റ് കിട്ടി, ക്ലീൻ ഷീറ്റ് ആയതുകൊണ്ട്. എനിക്ക് തോന്നുന്നു ഡിസംബർ 1 തൊട്ട് ഇങ്ങെടുത്തു കഴിഞ്ഞാൽ 15 പോയിന്റിൽ നിന്ന് 11 പോയിന്റ് ലിവർപൂളിന് കിട്ടിയിട്ടുണ്ട്. ഒരു സീസണിന്റെ ഫെസ്റ്റീവ് സീസൺ ടൈമിൽ നമ്മളെക്കാട്ടും കൂടുതൽ പോയിന്റ് കിട്ടിയത് 12 പോയിന്റോടെ ആസ്നലും 13 പോയിന്റില് 13 പോയിന്റില് സിറ്റിയുമാണ്. ഈ മാസം മാത്രം ഐസൊലേഷൻ എടുത്താൽ ചിലപ്പോൾ നമ്മൾ റീഡ് ചെയ്യുന്ന സ്റ്റാറ്റ്സ് ചിലപ്പം നോട്ട് ബാഡ് എന്ന് തോന്നുന്നതായിരിക്കും. പക്ഷെ ഇതിനെക്കാട്ടും ഈ ഒരു പോയിന്റ്സിനെക്കാട്ടും ഈ ഒരു സ്റ്റാറ്റിനെക്കാട്ടും എനിക്ക് തോന്നുന്നു ലിവർപൂൾ ഫാൻസ്, സ്റ്റേഡിയത്തിലുള്ളവരും പുറത്തുള്ളവരും അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ വികാരം എന്ന് പറയുന്നത്, ലിവർപൂൾ മോശമായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ റോയ് ഹോഡ്സൺ എറയിലും ബ്രണ്ടന്റെ ചില സീസണിലും ക്ലോപ്പിന്റെ ചില സീസണിലും നമ്മൾ ലിവർപൂൾ മോശമായി കളിച്ചിട്ടുണ്ട്. പക്ഷെ ലിവർപൂൾ ഇത്ര ബോറിംഗ് ആയിട്ട് കളിച്ചിട്ടില്ല. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് ദ വേർഡ്. ഇപ്പം സോഷ്യൽ മീഡിയയിലായാലും ഒഫീഷ്യൽ ജേർണലിസ്റ്റ് ആയാലും ലിവർപൂളിന്റെ പോയിന്റ് ഹോളിനെ കുറിച്ചോ ലിവർപൂളിന്റെ ഒരു എന്താ പറയാ ഒരു സീസണിനെ കുറിച്ചോ പല കാരണങ്ങളും ആൾക്കാർക്ക് അറിയാം. എന്നിരുന്നാലും ഹൗ ക്യാൻ വി പ്ലേ സോ ബോറിംഗ്? എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഞാൻ ഇതിന്റെ പോയിന്റും ഇതിന്റെ ഗോൾസും ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം മാറ്റി വെച്ചിട്ട് പ്യോർലി നമ്മൾ എന്തുകൊണ്ട് ഫുട്ബോൾ കാണുന്നു എന്നുള്ള ഒരു എന്താ പറയാ ഓർഗാനിക് ആയ വികാരത്തിൽ നിന്ന് ഇന്നലത്തെ മാച്ചിൽ ഒരു പോയിന്റിലും, ആക്ച്വലി പറഞ്ഞാൽ ഒരു ഹൃദയമിടിപ്പ് കൂടിയത് കാൽവേർട്ട് ലൂവിന്റെ ഗോൾ ആവുമ്പോൾ ഓഫ് സൈഡ് ആണോ അല്ലയോ എന്നുള്ളതിൽ മാത്രമാണ്. ഒരു സെൻസ് ഓഫ് നെഗറ്റീവ് ആണെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഐ ആം okay with the result as a draw when you look at the totality of the month, but why are we so boring? Ganesha? ബോറിംഗ് പറഞ്ഞതിൽ തന്നെ ഉണ്ട്. എന്താ പറയാ, നമ്മുടെ ഒരു ഐഡന്റിറ്റി ഇല്ലാത്തൊരു ഗെയിമാണ്. എന്താ ചെയ്യണം, എന്ത് ചെയ്യണം, എവിടെയൊക്കെ ആള് വേണം, എവിടെയൊക്കെ ആള് ഒരുപാടുണ്ട്, എവിടെ ആളില്ലാത്ത സ്ഥലമുണ്ട്, അങ്ങനെ കുറെ പറയാറുണ്ട്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ആർക്കും ഒരു ഐഡിയ ഇല്ല എവിടെ കളിക്കണം, ആർക്ക് പാസ് ചെയ്യണം, ഏത് സ്ഥലത്ത് ഓവർലോഡ് ചെയ്യണം. പ്രസ്സിങ് ചെയ്യുന്നുണ്ട്, ആകെ പ്രസ് ചെയ്യുന്ന 2 പേരും മാത്രം. അവരുടെ ലെഫ്റ്റ് ബാക്കോ റൈറ്റ് ബാക്കോ ഫ്രീ ആയിട്ട് ബോൾ ഗ്യാദർ ചെയ്യുന്നുണ്ട്. പിന്നെയും ആ ഫ്രണ്ട് പ്രസ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് കൊണാട്ടയും മറ്റേ റോബർട്ട്സന്റെ ഇനീഷ്യൽ പ്രസ് ആണ്. അതായത് ഫോഴ്സിങ് ദ പ്ലെയർ ഫ്രം ബിഹൈൻഡ്. അവർ ഈസി ആയിട്ട് മിഡ്ഫീൽഡിലേക്ക് പാസ് ചെയ്ത് ആറൻസൺ കയറി വരുന്നുണ്ട്. സോ നമുക്ക് ഒഫൻസീവ് ആയാലും ഡിഫെൻസീവ് ആയാലും ഒരു ഷേപ്പും ഇല്ലാത്ത കളിയായിരുന്നു ഇന്നലെ നമ്മൾ കളിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് കളി ബോറിംഗ് ആയിട്ട് തോന്നിയത്. 2-3 ചാൻസ് ക്രിയേറ്റ് ചെയ്തു, ഇല്ല എന്ന് പറയുന്നില്ല, ചാൻസസ് ആയിരുന്നു. വാൻഡൈക്കിന്റെ ഹെഡർ ടഫ് ആയിരുന്നു, ബട്ട് ഹി ഡിഡ് ഗുഡ്. ഫ്രീ ഹെഡർ ആണ്, പക്ഷെ ആ ഡിസ്റ്റൻസിൽ നിന്ന് സ്കോർ ചെയ്യാൻ അങ്ങനെ പറ്റുള്ളൂ. ബൗൺസ് ചെയ്ത് ഹെഡ് ചെയ്താലേ പറ്റുള്ളൂ, ഡയറക്റ്റ് ആയിട്ട് ഹെഡ് ചെയ്യാനൊന്നും പറ്റില്ല. സോ മൊത്തം കളി വെച്ച് നോക്കുമ്പോൾ ഞാൻ സത്യം പറയാലോ, ഫേസ്ബുക്കിൽ കുറച്ച് ഫീഡ്സ് ഒക്കെ നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് കളി തീരെ ബോറടിച്ചു. അതായത് നമ്മളെന്താ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ തോന്നുന്നു. പിന്നെ വരുന്നത് കുറെ സബ്, ആവശ്യമില്ലാത്ത സബ് കുറെ എണ്ണം ചെയ്യുക. അവരെല്ലാരും എവിടെയാന്ന് കളിക്കാതെ പാരലായിട്ട് നിന്ന് കളിക്കുക. ഓരോരുത്തരുടെ ഷാഡോ പോലെ തോന്നും. ഗ്യാക്പോടെ ഷാഡോ, കർക്കസിന്റെ ഷാഡോ വേറൊരുത്തൻ,
അങ്ങനെ നിന്ന് പാരലായിട്ട് നിന്ന് കളിക്കുക, ഒരു പൊസിഷൻ സെൻസോ ഒന്നുമില്ലാതെ, ഒരു അർജൻസിയും ഇല്ല. അതായത് 0-0 ആണ്, ഹോമിലാണ് കളിക്കുന്നത്, ജയിക്കണം എന്നുള്ള ഒരു അർജൻസി ആർക്കും ഇല്ല. എല്ലാം എന്താ പറയാ, ഒരു ഒരു മപ്പടിച്ച പോലെ കളിക്കുക. ആർക്കും ഒരു ജയിക്കണം എന്നുള്ള ആഗ്രഹം വേണ്ടേ എല്ലാവർക്കും, മാനേജർക്കും ആവട്ടെ പ്ലെയേഴ്സിനും ആവട്ടെ. ജയിക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാത്ത പോലെ കളിയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നമുക്ക് കാണുന്ന നമുക്കൊരു സുഖം ഉണ്ടാവില്ല. ഇതിപ്പോ മാനേജറിന്റെ ഗെയിം പ്ലാനിനെ പറയാം, ഗെയിം മാനേജ്മെന്റിനെ പറയാം, പൊസിഷൻ നമുക്ക് ഒരുപാട് ഉണ്ട് എന്ന് പറയാം. എവിടെ അവരുടെ സെന്ററിൽ കൂടെ കയറിയാൽ മാത്രമല്ലേ പൊസിഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ പൊസിഷൻ വെച്ച് ഗോൾ അടിക്കണമെങ്കിൽ അവരുടെ സെന്റർ ഹാഫിൽ കയറി കളിക്കണ്ടേ, അത് ചെയ്യുന്നില്ല. വെറുതെ വിങ്ങിൽ ഇങ്ങനെ പാസ് ഇട്ട് തിരിച്ച് സോബോസ്ലൈന് കൊടുക്കുക, പിന്നെ കൊണാട്ടേക്ക് കൊടുക്കുക, കൊണാട്ടെ വാൻഡേക്കിന് കൊടുക്കും, പിന്നെ അലിസന് കൊടുക്കുക. അങ്ങനെ ട്രയാങ്കിൾ ഇട്ട് പൊസിഷൻ കുറേ ഉണ്ട്. ഇപ്പൊ മാനേജർ പറയും വി കൺട്രോൾഡ് മോസ്റ്റ് ഓഫ് ദ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞു. ആ വാൻഡേക്കും കൊണാട്ടയും പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് കാര്യം? അകത്ത് കയറിയല്ലേ, അവരുടെ മിഡ്ഫീൽഡിനകത്ത് കയറിയാൽ തന്നെ ഓടിച്ചു വിടുന്നുണ്ട്. അമ്മാതിരി കളിയാണ് കളിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഫ്രിംപോങ്ങിന്റെ ഒരു എക്സലറേഷനും ഇടയ്ക്ക് എക്കിട്ടിക്ക് കാണിക്കുന്ന ഡ്രിബ്ലിംഗ് അല്ലാണ്ട് വേറെ കാര്യമായി അവർക്കൊരു അറ്റാക്കിംഗ് ത്രെറ്റ് ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ എന്താ പറയുന്നത്, അറ്റാക്കിംഗ് ത്രെറ്റ് എന്ന് പറയുമ്പോൾ നമ്മള് 1v1 മാൻ ബീറ്റർ എന്ന് നോക്കണം. ആകെ ചെയ്യുന്നത് എക്കിട്ടിക്കും മറ്റേ ഫ്രിംപോങ് ആണ്. ഇപ്പൊ അത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടുപേരിൽ ഒരാളല്ലേ അവിടെ പോയി നിൽക്കണ്ടേ സെന്റർ ഗോൾ അടിക്കാനായിട്ട്. ഒന്നില്ലെങ്കിൽ എക്കിട്ടിക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ വേർഡ്സ് ഉണ്ടാവണം. അതായത് കുറെ ക്രോസ് ഇടുന്നുണ്ട്, ആരും അറ്റൻഡ് ചെയ്യാൻ ആരുമില്ല. ലിവർപൂൾ ബാഴ്സലോണയുമായിട്ട് 3-0 ഫസ്റ്റ് ലെഗ് തോറ്റ്, സെക്കൻഡ് ലെഗ് നമുക്ക് സലയില്ല, നമുക്ക് ഫെർമീനോ ഇല്ല, ഷക്കീരി, ഒറീഗി ഇവരൊക്കെ കളിച്ചിട്ട്, അതാ പറയാൻ വന്നത്, കളിച്ചിട്ട് നമ്മൾ ജയിച്ച ഒരു കളിയുണ്ട്. ആ ടീഷർട്ടാണ് ഓപ്പണിട്ടിരിക്കുന്നത്. അപ്പോ അവിടുന്ന് ഇവിടേക്ക് ഇതിനെ നമുക്ക് വീണ്ടും നമ്മൾ ഇത് 2-3 മാസം മുമ്പ് പോഡ്കാസ്റ്റ് പറഞ്ഞാണ്, ഇതിനെക്കുറിച്ച് വലിയ അനാലിസിസ് ഒന്നും ചെയ്ത് കാര്യമില്ല. കാരണം എന്താണ് അനാലിസിസ് ചെയ്യാനുള്ളത്? ഇറ്റ് ഈസ് നോട്ട് എ ഇൻ ഗെയിം പ്രോബ്ലം. മിനിയത്തെ കളി വൂൾസ് ഗെയിം എന്താ പറയാ, ഓവറോൾ എന്തായിരുന്നു ചോദിച്ചാൽ ഇറ്റ് വാസ് ബാഡ്. അറ്റാക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ബാഡ്. മിഡ്ഫീൽഡ് ബാഡ്. ഡിഫൻസ് അഗെയിൻ ബാഡ്. ഇതല്ലാണ്ട് വേറൊന്നും പറയാനില്ല അതിൽ. ആക്ച്വലി പറഞ്ഞു അനാലിസിസ് ചെയ്യാൻ എന്താ ഉള്ളത്. പക്ഷെ ഒരു എന്താന്ന് വെച്ചാൽ ഇറ്റ് ലുക്സ് ലൈക്ക് സ്ലോട്ട് ഈസ് ട്രൈയിങ് ടു സേവ് ഹിസ് ജോബ്. എന്ത് വന്നാലും ഗോള് വാങ്ങരുത്, ഒന്നെങ്കിൽ ഡ്രോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഗോൾ അടിക്കാൻ 3 പോയിന്റ് കിട്ടുക. അവിടെ തന്നെ അതിന്റെ ലേശം ഇതാവുന്നുണ്ട്, ഇത് ബഫർ ആവുന്നുണ്ട്. ഒന്ന് നെറ്റിന്റെ സ്പീഡ് നോക്കി സുദീപിനേക്ക് പോകുന്ന മുമ്പ് അതിലോട് എനിക്ക് ഒരു വിയോജിപ്പുണ്ട്. കാരണം എന്റെ ഒരു അനാലിസിസ് പ്രകാരം സ്ലോട്ട് ഹിസ് ജോബ് ഇസ് നോട്ട് എറ്റ് റിസ്ക് അറ്റ് ഓൾ. ഒരു തരത്തിലും പുള്ളിയുടെ ജോബ് റിസ്ക് അല്ല. എന്റെ ഒരു നിഗമനം എന്ന് വെച്ചാൽ സ്ലോട്ട് ഇസ് ട്രൈങ് ടു, he doesn't know what to do. Okay, so he's trying his best not to concede. അതായത് നമുക്ക് സ്ലോട്ട് എന്ന മാനേജറിന് സീസൺ തുടങ്ങുമ്പോൾ, അതായത് പ്രീ സീസണിൽ പുള്ളി ഒരു പ്ലാനുമായി വന്നു. ആ പ്ലാന് ഫസ്റ്റ് 5 കളിയിൽ കളിക്കാൻ നോക്കി. അത് 2-3, 2-1, നമ്മൾ മറ്റേ ലാസ്റ്റ് മിനിറ്റ് ഗോൾസിന്റെ ടൈം. ഓക്കെ, ആ പ്ലാനിന്റെ ഒരു മോഡൽ ആയിരുന്നു ശരിക്കും PSG മോഡൽ. പുള്ളി കഴിഞ്ഞ ഗെയിമിന് ശേഷം പറഞ്ഞു PSG കുറിച്ച്. അത് വർക്കൗട്ട് ആവാത്തത് കൊണ്ട് പുള്ളി ഇപ്പം അതിനുശേഷം പുള്ളി ഓരോ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കി. അത് ഒക്ടോബർ നവംബർ ടൈമിൽ എല്ലാം പാളി. ഡിസംബർ എത്തിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ he will lose his job only if we are fall out of top 4. അതേ FSG നോക്കുള്ളൂ. So
he has chosen that okay, we are going to reset. ആ റീസെറ്റിന്റെ ഭാഗമായി പുള്ളി സലയെ പുറത്തിരുത്തി നമ്മൾ ഈ സമ്മറിൽ ട്രാൻസ്ഫർ വിൻഡോയിൽ മേടിച്ച വേർഡ്സിനെ സെന്റർ പീസ് ആക്കി ഇസാക്കും വേർഡ്സും എക്കിറ്റിക്കും വെച്ച് കളിച്ചു. സോ അവിടെ നിന്ന് നമ്മള് എത്രയാ 4 കളി 5 കളി ജയിച്ചു, 3 ഡ്രോയിലപ്പൊ നിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹിം സേവിങ് ഹിസ് ജോബ്, ഇറ്റ്സ് മോർ ഓർ ലെസ് ദാറ്റ് പുള്ളി ഡിഫൻസ് ഷുവറപ്പ് ചെയ്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് ബിൽഡ് ചെയ്ത്, അതായത് ഡിഫൻസ് ഓക്കെ ആയാലേ ഒഫൻസീവ് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കാര്യമുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് ഇത് എന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് സുദീപിലേക്ക് പോവാം. സുദീപും സ്റ്റക്ക് ആണെന്ന് തോന്നുന്നു. അല്ലല്ല, ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ കേൾക്കാണ്ടോ? ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ, ഈ പറഞ്ഞതിലൊരു കഥയുണ്ട്. അത് ഒരു വശം അതാണ്. രണ്ടാമത്തെ ഒരു വശം എന്താന്ന് വെച്ചാ, ഒന്ന് ഈ ഇസാക്കിനെയും ഇക്കിറ്റേക്കെയും ഒരുമിച്ച് കളിച്ചു തുടങ്ങി വേറൊരു സ്റ്റൈലിലേക്ക് വന്നു തുടങ്ങിയതാണ് കളി. പക്ഷെ അതിനൊരു പെട്ടെന്ന് ബ്രേക്ക് വന്നു. അത് ഒന്ന് ഇസാക്കിന്റെ ഇഞ്ചുറി അതിന്റെ ഇടയിൽ വന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഇസാക്കിന് വലിയൊരു ഇഞ്ചുറി വന്നു. അപ്പൊ വീണ്ടും ആ പ്ലാൻ വീണ്ടും മാറ്റേണ്ടി വന്നു. ഇതിങ്ങനെ തുടക്കം മുതൽ പ്ലാനുകൾ ഇങ്ങനെ മാറ്റി വരേണ്ട ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അത് എഫക്ട് ചെയ്തേക്കുന്നതാണ്. ഈ മറ്റേ നമ്മൾ കണ്ടതാ, ഇസാക്കും എക്കിറ്റേക്ക് ഒരുമിച്ച് അപ്പ് ഫ്രണ്ട് വന്നപ്പോ കുറച്ചുകൂടി ഭംഗിയായിട്ട് കളിച്ചൊക്കെ വന്നതാണ്. അത് ഇപ്പൊ അങ്ങനെയല്ല കളിക്കണേ. ഇപ്പൊ എക്കിറ്റേക്ക് മാത്രം ഫ്രണ്ടില്, പക്ഷെ എക്കിറ്റേക്ക് സ്റ്റൈൽ എങ്ങനെയാന്ന് വെച്ചാൽ വലിഞ്ഞു മാറിയ ഫോർവേഡ് പൊസിഷനിൽ മാത്രമല്ല നിൽക്കുക, അത് അങ്ങനെ നീങ്ങിയൊക്കെ പോകുന്ന ഒരു പ്ലെയർ ആണ്. അങ്ങനെ അപ്പൊ ലെഫ്റ്റിലേക്ക് കുറച്ച് വലിയും അങ്ങനെ. അപ്പൊ അത് കാരണം ഈ സെന്ററിൽ ആവശ്യത്തിന് ബോഡീസ് വരുന്നില്ല, ബോക്സിന്റെ പുറത്താണ്. അതാണ് ഈ അവിടെ എത്ര ഓവർലോഡ് ചെയ്യാൻ നോക്കിയാലും ആ മിഡില് ബോക്സിന്റെ അവിടെ ഓവർലോഡ് ആവാൻ കുറച്ച് പ്രശ്നങ്ങൾ വരിക. അതാണ് ഇപ്പൊ ബാധിച്ചിട്ടുള്ളത്. അത് എങ്ങനെ സോൾവ് ആവുന്ന വെച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റും. അതിനിപ്പോ ഗ്യാപ്കോ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാപ്കോനെ ഫോർവേഡ് ആക്കി അപ്പ് ദ ഫ്രണ്ട് ആക്കിയാൽ ചിലപ്പോൾ വർക്കാവും. എന്തായാലും അതിനൊരു സൊല്യൂഷനിലേക്ക് പോകും എന്നുള്ളതിന്റെ തെളിവുകൾ നമ്മൾ കണ്ടു. കാരണം ഇത് തുടക്കം, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും തുടക്കം സ്ലോട്ട് ഉദ്ദേശിച്ച ഫുട്ബോളിന്റെ കുറച്ച് ഭാഗമെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞ മാച്ചിൽ. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഗ്രൂപ്പുകളിലൊക്കെ എല്ലാവരും ഭയങ്കര മെസ്സേജ് ഒക്കെ ആയിരുന്നു, ഭയങ്കര ആഘോഷമായിരുന്നു. വൺ ടച്ച് ഗണേശന്റെ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു, നല്ല കിഡിലൻ വൺ ടച്ച് ഫുട്ബോൾ ആണ്, നല്ല രസമുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞു. ആ പ്ലെയറിന് ആ സമയത്ത് തോന്നിയതാണ്, അത് സ്ലോട്ട് പറഞ്ഞു കൊടുത്തൊന്നുമല്ല. അങ്ങനെയല്ല. അത് കേർട്ടിസിന്റെ ഇൻവോൾവ്മെന്റ് ഒക്കെ അതിലുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല ഭംഗിയായിട്ട് നമ്മൾ നല്ല സ്പീഡിൽ പാസ് ചെയ്തൊക്കെ കളിച്ചു. ഇതാണ് സ്ലോട്ട് കണ്ടിട്ടില്ല. സ്ലോട്ടിന്റെ വിഷനിലുള്ള ഫുട്ബോൾ അതാണ്. അതിലേക്ക് എത്താനുള്ള ഒരു ഉദ്ദേശം സ്ലോട്ട് തന്നെ പറയുന്നുണ്ട്, നമ്മുടെ പാസിങ് സ്ലോ ആവണം, ബിൽഡപ്പ് സ്ലോ ആവണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഒരു ഹിന്റ് കണ്ടു, ആ ബിൽഡപ്പ് ഒക്കെ നല്ല സ്പീഡിൽ കളി പോകുന്നതിന്റെ ഒരു സാധനം നിങ്ങൾ കണ്ടതാണ്. അപ്പൊ അതിലേക്ക് എത്താനുള്ള യാത്രയിലാണ്. അതാണ് ഈ ട്രാൻസിഷൻ സീസൺ. ട്രാൻസിഷനിൽ പല പ്രശ്നങ്ങൾ ഇതിലുവരെ വന്നു കഴിഞ്ഞു. ഇപ്പൊ ഇസാക്കിന്റെ ഇഞ്ചുറി ആയാലും സലയെ മാറ്റിയിരുന്നതിന്റെ കാര്യമായി വന്നപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ സീസണിലാണെങ്കിൽ പ്ലേയേഴ്സിന്റെ ഇഞ്ചുറീസും ഒക്കെ എഫക്ട് ചെയ്തേക്കുക. അപ്പൊ അതൊക്കെയാണ് ബാധിച്ചിട്ടുള്ളത്. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഇത് നമ്മള് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ വിൻഡോ ട്രാൻസ്ഫർ വിൻഡോ ആണ്, കുറച്ച് കാര്യങ്ങൾ ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് എന്തായാലും, അതായത് സുദീപ് പറയുന്നതിന് ശരിക്കും സ്ലോട്ടിന് ഇത് ചെയ്യാൻ പറ്റുന്നത്, അതായത് നമ്മുടെ സീസൺ എന്താ പറയാ, നമ്മൾ കാണുമ്പോൾ ഉള്ള അത്ര മോശമല്ല നമ്മുടെ ടേബിൾ കാണുമ്പോഴുള്ള സീസൺ. അതിനുള്ള കാരണം നമ്മളല്ല, അതിനുള്ള കാരണം സ്പേഴ്സും യുണൈറ്റഡും ചെൽസിയും അത്രയും മോശമായതുകൊണ്ടാണ്. അതായത് നമ്മൾ മോശം കളിച്ചാൽ നമ്മളെക്കാളും മോശം കളിക്കുന്ന മറ്റു ടീം വരുന്നത് കൊണ്ടാണ് നമ്മൾ ഫോർത്തിൽ നിൽക്കുന്നത്. ഇപ്പോഴത്തെ പോയിന്റ് പ്രകാരം നമ്മൾ 66 പോയിന്റിൽ ഫിനിഷ് ചെയ്യേണ്ടതാണ് സീസൺ. 66 പോയിന്റിൽ ടോപ്പ് 4 പാടാണ്. ഒരു 68 തൊട്ട് 72 വരെയാണ് പൊതുവെ ടോപ്പ് 4 ഉണ്ടാവല്. അഗൈൻ ബാക്ക് ടു ഗണേഷ് പറഞ്ഞ പോലെ, ഇപ്പൊ സുദീപ് പറഞ്ഞതും കൂടി സീരിയസ് ആക്കി എടുക്കുകയാണെങ്കിൽ, അതായത് അല്ലല്ല, ഞാൻ ജെനുവിൻലി പറയാം. അതായത് പോസിറ്റീവായിട്ട് കാണുന്നവരും നെഗറ്റീവായിട്ട് കാണുന്നവരും രണ്ടാരുടെ പോയിന്റും കൂടി മിക്സ് ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ പോയിന്റാണ് അതിൽ വെത്തുക.
അതായത് കളി തോക്കാതിരിക്കുക, ഗോള് കൺസീഡ് ചെയ്യാതിരിക്കുക, എന്നിട്ട് നമ്മൾ ഇപ്പൊ വുൾസിന്റെ കൂടെ അടിച്ച പോലെ അല്ലെങ്കിൽ മറ്റ് മാച്ചിൽ അടിച്ച പോലെ എങ്ങനെയെങ്കിലും 1-2 ഗോൾ അടിച്ച് ജയിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നൽ സ്ലോട്ടിന് വന്നിട്ടുണ്ട്. കാരണം ഒരു ടൊട്ടാലിറ്റി ആയിട്ട് ഒരു പ്ലേയിങ് സ്റ്റൈലോ അല്ലെങ്കിൽ ടൊട്ടാലിറ്റി ആയിട്ട് ഒരു പാറ്റേണോ നമുക്കില്ല. അപ്പോ എന്റെ ചോദ്യം, അതായത് അതുവരെ അത് കിട്ടുന്നത് വരെ നമ്മൾ ഇത്രയും സേഫായ ഇത്രയും ബോറിംഗ് ആയ കളി കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. ഇതിലും വലിയ ദുരന്തം ഇനി എന്താ വരാനുള്ളത്? നമ്മൾ ഇങ്ങനെയാണ് കളിക്കേണ്ടത്, അതാണ് ചോദ്യം. ലിവർപൂൾ പോലെയുള്ള ക്ലബ്ബ്, അതായത് അറ്റാക്കിംഗ് ആവട്ടെ, ട്രാൻസിഷൻ ആവട്ടെ, കൗണ്ടർ അറ്റാക്ക് ആവട്ടെ, ഇത് കളിച്ച് ഓപ്പണൻസ് പേടിച്ച ഒരു ടീമാണ് നമ്മുടെ കൂടെ കളിക്കാനായിട്ട്. അവിടുന്ന് നമ്മള് ട്രൈ നോട്ട് ടു ലൂസ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ദുരന്തമല്ലേ? പിന്നെന്ത് വന്നിട്ട് എന്ത് കാര്യം? പിന്നെന്താ കാര്യം? ആര് മാനേജർ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? മാനേജർ അയാളുടെ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട്, അയാളുടെ ജോലി നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങനെ കളിപ്പിക്കുന്നത് മോശമാണ്. അയാളുടെ ജോലിയുടെ പോയിന്റ് എനിക്ക് ഐ ഹാവ് എ ഡിസഗ്രിമെന്റ്. അതായത് പുള്ളിയുടെ ജോലി ഒരിക്കലും റിസ്കിലല്ല. കാരണം പുള്ളി എങ്ങനെ വന്നാലും ഐ ഡോണ്ട് തിങ്ക് ദ ക്ലബ് വിൽ എവർ സാക്ക് ഹിം, നോ മാറ്റർ വാട്ട്. എസ്പെഷ്യലി സിൻസ് ഈ സീസണിന്റെ ഒരു നേച്ചർ വെച്ചിട്ട് ഈ ജോട്ടയുടെ മരണവും അതിനുശേഷം ഇസാക്ക് ഇഞ്ചുറിയും ഇത്രയും ഇതുണ്ടായത് കൊണ്ട് സ്ലോട്ടിനെ ഈ സീസണിലെ പെർഫോമൻസ് വെച്ചിട്ട് സാക്ക് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. സോ പ്രോബബ്ലി വാട്ട് ഹീസ്, അതായത് ഞാൻ പറയുന്നത് പുള്ളി ഇത്രയും സേഫായ അപ്രോച്ച് എടുക്കുന്നത് തന്നെ പുള്ളിയുടെ ജോബ് സേഫ് ആയതുകൊണ്ടായിരിക്കില്ലേ? അല്ല, ഐ വോണ്ട് അഗ്രി വിത്ത് അയാളുടെ ജോലി സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഡിസിഷൻസ് എടുക്കുന്നത്, വേറൊന്നും അല്ലാതെ, വേറൊന്നുമില്ല. അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഇസാക്കും മറ്റേ എക്കിറ്റിക്കയും കളിച്ചിട്ട് ഒന്നും ആയിട്ടില്ല. എവിടെ ക്ലിക്കായി? 2 സ്ട്രൈക്കർ കളിപ്പിച്ചിട്ട് ഇസാക്ക് ഇല്ലാത്തപ്പോഴാണ് നമ്മൾ മര്യാദയ്ക്ക് കളിച്ചു തുടങ്ങി, എക്കിറ്റിക്ക് സിംഗിൾ ആയിട്ട് കളിക്കുമ്പോൾ. അപ്പൊ ഇസാക്ക് ഇഞ്ചുറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എക്കിറ്റിക്കയുടെ വർക്ക് ലോഡ് എന്ന് വേണമെങ്കിൽ പറയാം. യു ആർ ആക്ച്വലി പ്ലേയിങ് റിയലി വെൽ വിത്ത് എക്കിറ്റിക്ക് അപ്പ് ഫ്രണ്ട്. 2 സ്ട്രൈക്കർ വെച്ച് കളിച്ചിട്ട് നമ്മൾ കളിച്ചിട്ടുമില്ല, മര്യാദയ്ക്ക് കളിച്ചിട്ടില്ല. എവിടെ ഇസാക്കിന്റെ ഇഞ്ചുറി ഒരു കാരണമല്ല, ഒരു കാരണമാവാം മേ ബി ഫോർ എന്താ പറയാ എക്കിറ്റിക്കയുടെ വർക്ക് ലോഡിന്. ബട്ട് വി ഹാവ് അതർ പ്ലേയേഴ്സ്. സുദീപ് പറഞ്ഞ പോലെ ഗാക്പോ ഉണ്ട് സെന്റർ സ്ട്രൈക്കർ ആയിട്ട് കളിക്കാനായിട്ട്, കിയേഴ്സ് ഉണ്ട് ഹു ക്യാൻ സപ്പോർട്ട്. അങ്ങനെ വരുമ്പോ കളിപ്പിക്കാലോ. ഇപ്പോ മാനേജർക്ക് തോൽക്കാതിരുന്നു കഴിഞ്ഞാൽ ടോപ്പ് 4 കിട്ടും, അങ്ങനെ എന്റെ ജോലി സേഫ് ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനേജറുടെ സെൽഫിഷ്നെസ് ഞാൻ പറയുള്ളൂ. ലിവർപൂൾ പോലെയുള്ള ക്ലബ്ബ് തോൽക്കാതിരിക്കാൻ വേണ്ടിയല്ല കളിക്കേണ്ടത്. അത് എന്റെ പേഴ്സണൽ അഭിപ്രായം. അയാൾക്ക് ഇത്രയും കളി വന്നു, അതായത് നമ്മള് ഈ ഡിസംബറിൽ ക്രിസ് പറഞ്ഞ പോലെ കുറെ കളി കളിച്ച് ജയിച്ച് വന്നു. ഇറ്റ് വാസ് ഇംപ്രൂവ്മെന്റ്. പിന്നെ സഡൻ താഴ്ത്ത് വീഴാണ് ഓൾസിന്റെ കൂടെ. അവിടെയാണ് ചോദിക്കുന്നത്, അതായത് പുള്ളിയുടെ എല്ലാ പ്ലാനും പൊളിഞ്ഞ് വാട്ട് ഹീസ് ട്രൈങ് ടു ഡു ഇസ് നൗ ട്രൈങ് ടു ഹാവ് എ ബേസ്. അതായത് ഞാനതാ പറയുന്നത്, നമ്മൾ ഡിസംബർ തുടക്കം കളിച്ച കളി എന്താണ് ഈ കൺസിസ്റ്റൻസിയിൽ വരാത്തതെന്നാ പറയുന്നത്. സൊബോസ്ലൈ ഇല്ലായിരുന്നില്ലേ വോൾസിന്റെ കൂടെ? വി പ്ലേഡ് കൈൻഡ് ഓഫ് ബെറ്റർ ഗെയിം. സെക്കൻഡ് ഹാഫ് ഡിപ്പായി, ബട്ട് വി ക്രിയേറ്റഡ് ലോട്ട് ഓഫ് ചാൻസ്. അപ്പോ ആ ചാൻസ് ക്രിയേഷൻ എന്താ ഇപ്പൊ വരാത്ത? സൊബോസ്ലൈ വന്നു, സൊബോസ്ലൈനെ എന്തിന് നമ്പർ 10 കളിപ്പിക്കണം? വൈഡ് റോളല്ല അതിന് മുന്നേ കളിച്ചോണ്ടിരുന്നത്. എന്തിനായി മാറ്റം പരീക്ഷണം ചെയ്യുന്നത്? ആവശ്യമില്ലാത്ത പരിപാടി. വേർഡ്സ് ആണ് നമ്പർ 10 ഉള്ളത്. സോ അയാള് വൈഡ് മിഡ്ഫീൽഡർ ആയിട്ട് കളിച്ചാൽ പോരെ, വിംഗറിന് സപ്പോർട്ട് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ ഫ്രിംപോങ്ങിന് ഫീഡ് ചെയ്യുന്ന പോലെ കളിപ്പിച്ചാൽ പോരെ. മറ്റേ ബ്രാഡ്ലി ആണ് കയറി വരുന്നത്, ഇല്ലെങ്കിൽ കൊണാട്ടയാണ് ഫ്രിംപോങ്ങിന് പാസ് ചെയ്യുന്നത്. അവിടെ ഒരു എക്സ്ട്രാ പാസ് മേടിക്കാൻ ആളില്ല. പക്ഷെ ബിക്കോസ് സൊബോസ്ലൈയും ബേർഡ്സിന് ഫ്രീ റോള് കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്ത് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. സൊബോസ്ലൈ അത് നടുക്ക് പെട്ട് കിടക്കാണ്, സ്പേസ് ഇല്ലാതെ. ഷൂട്ട് ചെയ്യാനും സ്പേസ് ഇല്ല, ബോൾ റിസീവ് ചെയ്യാനും സ്പേസ് ഇല്ല, ഒന്നിനുമില്ല. അയാൾ വൈഡായിട്ട് കളിപ്പിക്കല. എന്തിനാ ഇങ്ങനെ പരീക്ഷണം ചെയ്യുന്നു? ജയിച്ച് വരുന്നു, അല്ലെങ്കിൽ ഡ്രോ ആയിട്ട് വരുന്നു. അങ്ങനെ കളിക്കുമ്പോൾ വെറുതെ എന്തിനാ ഒരു ചേഞ്ച് പെട്ടെന്ന് കൊണ്ടുവരുന്നത്? അയാൾക്ക് തന്നെ മനസ്സിലായി ഇങ്ങനെ കളിച്ചാലേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ തന്നെ കളിച്ചാൽ പോരെ. പിന്നെ എന്തിനാ ഈ ലീഡ്സ് ഗെയിമിന് മാത്രം പ്രത്യേക ഒരു ചേഞ്ച് എന്തിനാ കൊണ്ടുവരുന്നത്? ആവശ്യമില്ലാത്ത പരിപാടി.
ഒരു റീസൺ അതിൽ ആക്ച്വലി എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഫിറ്റ്നസ് ആണ്. ഈ മെക്കാലിസ്റ്ററിന് ഇപ്പോഴും ഫിറ്റ്നസ് ഓർ സംതിങ് എൽസ്. ഫിറ്റ്നസ് അല്ല, ഫോം ഔട്ട് ആണ്. മെക്കാലിസ്റ്റർ ഇസ് ഔട്ട് ഓഫ് ഫോം. മെക്കാലിസ്റ്റർ ഫോം ഔട്ട് ആണെന്നുണ്ടെങ്കിലും സപ്പോസ് ലൈക്ക് കുഡ് ഹാവ് പ്ലേഡ് വൈഡ്. ഇപ്പം ഫ്രിംപോ അങ്ങനെ വൈഡ് കളിപ്പിക്കുന്ന സമയം കൊണ്ട് ഫ്രിംപോ അങ്ങനെ റൈറ്റ് ബാക്ക് കളിപ്പിച്ചാൽ സപ്പോസ് ലൈക്ക് കുഡ് ഹാവ് പ്ലേഡ് ദർ മെക്കാലിസ്റ്റർ ഇൻ ദ മിഡിൽ. പക്ഷെ അതുപോലും എടുക്കാൻ നിൽക്കുന്നില്ല. മെക്കാലിസ്റ്ററിനെ എങ്ങനെയെങ്കിലും ഇപ്പൊ ബെഞ്ചിൽ ഇരുത്തേണ്ട അവസ്ഥയാണ്. 3 games in a week പറ്റുന്നില്ല എന്ന അവസ്ഥ. നമ്മൾ പണ്ട് കൊനാറ്റൊക്കെ പറയായിരുന്നു, കൊനാട്ടെ ഒരു വീക്കെൻഡ് കളിച്ചാൽ മിഡ് വീക്ക് കളിക്കൂല എന്നുള്ള ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മിഡ് വീക്ക് കളിച്ചാൽ പിന്നെ നെക്സ്റ്റ് വീക്കെൻഡ് കളിക്കൂല എന്നുള്ളത്. ആ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ മെക്കാലിസ്റ്റർ ഉള്ളത്. സോ അങ്ങനെ വരുമ്പോൾ നടുക്ക് ഇരിക്കാൻ വേറെ ആരെങ്കിലും വേണം. ആൻഡ് റൈറ്റ് നൗ നമുക്ക് വേറെ ആരുമില്ല. ബെഞ്ചിൽ നിന്ന് പറയാൻ പോലും ആളില്ലല്ലോ. അവിടെയാണ് എന്റെ പേഴ്സണൽ പ്രോബ്ലം വിത്ത് the club is that how can we be so short on options when we have spent so much money? ഇത്രയും നാള് നമ്മള് പൈസ സ്പെൻഡ് ചെയ്യുന്നില്ല എന്നൊരു കംപ്ലൈന്റ് ആയിരുന്നു. നമ്മൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പ്ലേയേഴ്സ് ഇല്ല. സുദീപ് എന്താ പറയുക? അതില് നമുക്കറിയാലോ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒന്ന്, പ്ലേയേഴ്സിനെ കുറെ മേടിച്ചെങ്കിലും നമ്മൾ കുറെ പ്ലേയേഴ്സിനെ സെല്ല് ചെയ്തു, അതും ഒരു പോയിന്റ് ആണ്. അതൊന്ന്. 2, വേജ് ബിൽ നമ്മൾ സലയ്ക്കും വിവിഡിക്കും വലിയ കോൺട്രാക്ട്സ് ആണ്. അത് 2 നമ്മൾ അവർക്ക് കോൺട്രാക്ട് റിന്യൂ ചെയ്തു. അപ്പൊ ആ വേജ് ബില്ല് വേറെ കളിക്കാരെ നമുക്ക് കൊണ്ടുവരാനുള്ള സ്ഥലമില്ലാന്റെ പ്രശ്നം വന്നു. അപ്പൊ അതൊക്കെ ഇനി അടുത്ത സമ്മറിലാവുമ്പോഴേക്കും അതൊക്കെ സോൾവ് ആവുമായിരിക്കും ആ പ്രശ്നങ്ങൾ. അപ്പൊ തൽക്കാലം ഇതാണ് പ്രശ്നം, അത് നമുക്ക് പ്ലേയേഴ്സിന്റെ ഇല്ലാത്തത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സ്ലോട്ട് സേഫ് ആയിട്ട് കളിക്കണം എന്ന് എനിക്ക് തോന്നിയില്ല. കഴിഞ്ഞ ദിവസം തന്നെ ജയിക്കായിരുന്നല്ലോ, ലീഡ്സിന്റെ അടുത്ത് ജയിക്കാൻ ചാൻസ് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു വിവിഡി ഒക്കെ നല്ല സുഖമായിട്ട് ഹെഡ് ചെയ്ത് ഗോൾ അടിക്കാറുള്ളതാ. ഹെഡർ, അത് ഫ്രീ ഹെഡർ മിസ് ചെയ്തു. അതുപോലെ ആ ഫ്രിംപോങ്ങിന്റെ ഷോട്ട്, അത് ക്രോസ് ആയിരുന്നില്ല, ഷോർട്ടായിരുന്നു. അത് എക്കിറ്റേക്ക് ഫിനിഷ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ബട്ട് സ്റ്റിൽ അത് ഗോൾ അടിക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് വന്നതായിരുന്നു. അപ്പൊ അങ്ങനെ ഈ കളിയില് ജയിക്കാനുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2 XG മുകളില് എക്സ്പെക്ടഡ് ഗോൾസും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ സ്കോഡിന്റേതാണ് ചോദിച്ചത്. സ്കോഡ് പറഞ്ഞ പോലെ നമുക്ക് അടുത്ത സമ്മർ ആകുമ്പോഴേക്കും അത് പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കുറെ പ്ലേയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്തെങ്കിലും കുറെ പ്ലേയേഴ്സ് പോയി. അപ്പോൾ സ്കോഡ് പ്ലാനിങ് ഒരു ഷോർട്ട് ടേം അത് വെച്ചിട്ടല്ല സ്കോഡ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ലോങ് ടേം അടുത്ത സമ്മറും കൂടി ഒക്കെ ആയിട്ടായിരിക്കും, ഒരു 2-3 വിൻഡോ ഒക്കെ എടുത്തിട്ടായിരിക്കും അതിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പോൾ അതും ഒക്കെയാണ് കാരണം സ്ലോട്ടിന് ഉടനടി ഒരു ഈ കഴിഞ്ഞ സീസണിൽ ലീഗ് അടിച്ചു എന്ന് വിചാരിച്ച് ഈ സീസണിലും ലീഗ് അടിക്കും എന്നുള്ള എക്സ്പെക്ടേഷൻ FHGക്ക് ഇല്ല. അങ്ങനെ എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോ സ്ലോട്ട് മാനേജറായിട്ട് ഇരിക്കില്ല, അല്ല കോച്ചായിട്ട് ഇരിക്കില്ല. ഒക്ടോബർ നവംബർ ടൈമിൽ ജോബ് പോവാത്ത മാനേജർ ഈ ഡിസംബറിൽ കാഴ്ചയിൽ അതിബോറായ കളിയാണെങ്കിലും they would never sack him. ആ ടൈം കഴിഞ്ഞു. അതാണ്, ഇത് ഒരുമിച്ചുള്ള പ്രോജക്റ്റ് ആണ്. ഇത് മാത്രമല്ല ഉദ്ദേശിച്ചത്, ഇത് ഒരു 3 സീസൺ അല്ലെങ്കിൽ 3 സീസണൊക്കെ ഉള്ള പ്ലാൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതാണ് അത് തുടങ്ങിയിട്ടുള്ള ഈ കഴിഞ്ഞ സമ്മറിൽ തുടങ്ങിയിട്ടുള്ളൂ ആ പ്രോജക്റ്റ്. അപ്പോഴാണ് കുറെ പ്ലേയേഴ്സ് പോയി, കുറെ പ്ലേയേഴ്സ് വന്നു. ഇനി പുതിയ സ്റ്റൈൽ എസ്റ്റാബ്ലിഷ് ആവണം, ഇനിയും പ്ലേയേഴ്സ് ആ സ്ക്വാഡിൽ ഗ്യാപ്പ് ഉള്ളത് ഫില്ല് ചെയ്യണം. അങ്ങനെയാണ് അത് പോവുക. എനിക്ക് തോന്നുന്നത് അടുത്ത സീസൺ വരുന്ന വേൾഡ് കപ്പ് സീസണാണ്. പ്രീ സീസൺ പോലും കിട്ടില്ല. പ്രീ സീസണ് പല പ്ലേയേഴ്സും വേൾഡ് കപ്പിന് പോയേക്കണ സമയമായിരിക്കും. അപ്പൊ അപ്പോഴും ആക്ച്വലി പ്രീ സീസണ് മുഴുവൻ സമയം കിട്ടില്ല. ആ സീസണും ഇതുപോലെ ഒരു ചെറിയ രീതിയിൽ നമ്മൾ ആ ഒരു പീക്കിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നത് 2027 പ്രീ സീസൺ, അതായത് അടുത്ത സീസണിൽ, അത് കഴിഞ്ഞിട്ടുള്ള സീസണിൽ പ്രീ സീസൺ കഴിഞ്ഞാല് നമ്മൾ ആ ഒരു സ്ലോട്ടിന്റെ പീക്ക് ഇതിലേക്ക് സ്കോഡ് വൈസും ഗെയിം വൈസും അയാളുടെ കോൺട്രാക്ട് തീരും, അയാളുടെ പണി തീരും. അതിന് മുന്നേ അയാളുടെ കോൺട്രാക്ട് 27 വരെ ഉള്ളൂ. അതാ പറഞ്ഞ 2027 അപ്പൊ റിന്യൂ ചെയ്ത് അതിന് മുമ്പ് റിന്യൂവൽ വരും. ഈ സീസൺ പ്രീ സീസൺ അല്ലേ? ഇത് കൂടാണ്ട് ഇനിയും വേണം. ഇതും പ്രീ സീസൺ അല്ലേ? നിങ്ങളുടെ ആലോചന ഗണേശന്റെ ആണെങ്കിലും ഫാൻസിന്റെ ആണെങ്കിലും എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ശരിക്കും ടോപ്പ് 4 ഫിനിഷ് ചെയ്യുന്നതൊന്നല്ല. ഇത് കളി കണ്ടിരിക്കാൻ പറ്റാത്ത കളിയാണ് പ്രശ്നം. അതായത് വി ക്യാൻ ബി 5th or 6th ബട്ട്
ഒരു തരത്തിലുള്ള ഒരു ഒഫെൻസീവ് അപ്രോച്ചോ അല്ലെങ്കിൽ പ്ലേയേഴ്സിന് ഒരു ക്ലൂലെസ്നെസ് കാണുമ്പോഴാണ് വി ഫീൽ ലൈക്ക് വാട്ട് ദ ഹെൽ ആർ വി ഡൂയിങ്. ആൻഡ് ഇങ്ങനത്തെ ഫുട്ബോൾ കളിച്ചിട്ട് ടോപ്പ് 4 ചിലപ്പോൾ ലീഗൊക്കെ അടിക്കാൻ പറ്റണ്ട. ഒരിക്കലും യു കാൺ സേ യു കാൺ വിൻ ദ ലീഗ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് ഫുട്ബോൾ. നമ്മുടെ ഇൻഡിവിജ്വൽ എറേഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ വൈ നോട്ട് ഇങ്ങനെ ഫുൾ ഡിഫൻസ് വെച്ചിട്ട് ഒരു ഗോൾ സ്നീക്ക് ചെയ്ത്. ഇപ്പൊ ഇന്നലത്തെ വൈറസ് ഇസാഖൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചാൻസ് കിട്ടിയ ഗോളാക്കും. ബട്ട് ദ പ്രോബ്ലം ഇസ് വൈ ആർ ലിവർപൂൾ പ്ലേയിങ് ലൈക്ക് ദിസ്? ഇത് ശരിക്കും ഇസ് ഇറ്റ് ബൈ ഡിസൈൻ ഓർ നമ്മുടെ ഇത്രയും ഫോം ഔട്ടായി പ്ലേയേഴ്സും മാനേജറും എവരിബഡി ഈസ് ക്ലൂലെസ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതായത് ടോപ്പ് 4 ഫിനിഷ് ചെയ്താല് ആൾക്കാരും കുറ്റം പറയില്ല. ലൈക്ക് ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഇപ്പൊ കഴിഞ്ഞ സീസൺ സിറ്റി ജസ്റ്റ് മേഡ് ടോപ്പ് 4, ദേ ഹാഡ് എ ടഫ് സീസൺ. ആർസണൽ എങ്ങനെയെങ്കിലും ടോപ്പ് 4 എത്തുന്നു, സിറ്റി എടുത്തു. പക്ഷെ ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ ലൈക്ക് യു ഡോണ്ട് ഫീൽ ലൈക്ക് ദാറ്റ് വി ആർ ഡൂയിങ് എനിത്തിങ് ആസ് പ്ലാൻഡ് അല്ലെ? ഒരു മാനേജർ ഉണ്ടെന്നുള്ള തോന്നൽ ക്ലബിന് ഉണ്ടാവുന്നില്ല, പ്ലേയേഴ്സിനോ ക്രൗഡിന് പോലും ഉണ്ടാവുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. മാനേജർ ഇല്ലല്ലോ, കോച്ചല്ലേ ഉണ്ടോ? അല്ലേ? ഐ തിങ്ക് ഓൺ പോസിറ്റീവ് സൈഡ്, ഇപ്പൊ പോസിറ്റീവ്സ് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ എനിക്ക് പേഴ്സണലി കാണാൻ പറ്റുന്ന ഫ്രിംപോങ് മാത്രമേ ഉള്ളൂ. അതായത് ആ റൈറ്റ് സൈഡിൽ ഒന്നുമില്ലാത്ത സമയത്ത് ഫ്രിംപോങ് ഇസ് അറ്റ്ലീസ്റ്റ് ഗോയിങ് ടു ദ ബൈ ലൈൻ ആൻഡ് ക്രോസിംഗ് വൺസ് ഇൻ എ വൈൽ അല്ലേ? ബാക്കി എല്ലാവരും ഏകദേശം റൈറ്റ് വിങ് നിന്ന് ലെഫ്റ്റ് വിങ്ങിലേക്ക് പാസ് ചെയ്യുന്നു, ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ്. അത് ആക്ച്വലി ഇന്നലെ സ്ലോട്ട് അയാളെ പ്രസ് കോൺഫറൻസ് തന്നെ പറഞ്ഞു ദാറ്റ് വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് അപ്പ് ഫ്രണ്ട്, വി ആർ പാസിംഗ് ഫ്രം വൺ വിങ് ടു അതർ വിങ്, നോട്ട് ക്രിയേറ്റിംഗ് എനിത്തിങ്. പിന്നെ പുള്ളി പറഞ്ഞു ഡേഞ്ചറസ് ലൈൻ ഉണ്ട്, അതായത് വി ലുക്ക് ഫോർ സം കൈൻഡ് ഓഫ് മാജിക് ഓർ എ സെറ്റ് പീസ്. അവിടെയാണ് കൺസിഡർ ചെയ്യാണ്ടിരിക്കാനുള്ള സെറ്റ് പീസ് അല്ലേ? അല്ല, ഗോൾ കിട്ടാൻ. എനിവേ എനിക്ക് തോന്നുന്നു ഗണേശൻ പൂർണ്ണമായി സ്ലോട്ട് ഔട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? സ്ലോട്ട് ഔട്ടിലേക്ക് എത്തിയില്ല, മര്യാദക്ക് കളിച്ച് കണ്ടാൽ മതി എന്നാണ്, വേറെ ഒന്നല്ല. അതായത് Okay, കളി തോറ്റാലും കുഴപ്പമില്ല, മര്യാദക്ക് കളിച്ചാൽ മതി. ക്ലിയർ ആക്കട്ടെ. അപ്പൊ ഗണേശിന് വിത്ത് സ്ലോട്ട് മര്യാദക്ക് കളിച്ച് കാണണം എന്നാണ് ആഗ്രഹം അല്ലെ? ഏത് ഉണ്ണാക്കം വന്ന് മാനേജർ ആയാലും കുഴപ്പമില്ല, മര്യാദക്ക് കളിച്ചാൽ മതി. അത് എന്തായാലും സ്ലോട്ടിന് വെച്ച് നടക്കും തോന്നില്ല. അയാൾ ക്ലൂലെസ് ആണ്. എന്താ പറയാ, ടച്ച് ലൈനിലും തന്നെ ഒന്നും പറയുന്നുമില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അയാളുടെ പണി പോയ അവസ്ഥയാണ്. അതായത് ടെൻഹാഗ് എന്ത് ചെയ്തു മറ്റേ ഓൾഡ് ട്രാഫോർഡില്, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക തന്നെ, ഒന്നും ചെയ്യുന്നില്ല. ടച്ച് ലൈനിൽ ഒരു അനിമേറ്റഡ് ആയിട്ട് വല്ലതും പറയുന്നുണ്ടോ? ഒന്നുമില്ല. അയാൾക്കറിയാം അയാളുടെ പണി പോകുന്നു, ഉറപ്പാണ്. നിങ്ങള് ഇങ്ങനെ പറഞ്ഞു നടന്നോ അയാളെ സാക്കിയില്ല എന്ന് പറഞ്ഞു, അയാൾ ഗണേശൻ ശരിക്കും സ്ലോട്ടിനെ ഈ സീസൺ തിരിയുന്നതിന് മുമ്പ് സാക്കി എന്ന് പ്രതീക്ഷിക്കണ്ട. ഈ സീസണിന്റെ ഇടയിൽ മിഡ് സീസൺ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ തീർന്നല്ലോ. ഇനി എന്താ ഉള്ളത്? ഇനി ഇതിലും വലിയ ദുരന്തവും കാണാനില്ല. പോയിന്റ്സ് ടേബിൾ എവിടെ ഫിനിഷ് ചെയ്താലും കുഴപ്പമില്ല. ഇമാതിരി ഊള ഫുട്ബോൾ കളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ജയിച്ചിട്ട് വരെ ഗ്രേറ്റ് എസ്കേപ്പ് എന്നായിട്ടിരിക്കുന്നത്. അതായത് 10 ആളുടെ സ്പേഴ്സിനെ നമ്മൾ തോൽപ്പിച്ചു, ആൻഡ് വി എസ്കേപ്പ് ഫ്രം സ്പേഴ്സ് എന്ന് പറഞ്ഞു. ഇതിനും വലിയ എന്താ പറയാ അവമാനം എവിടുന്ന് കിട്ടാനാ? ഈ സീസൺ മിഡ് സീസൺ സ്ലോട്ടിനെ സാക്ക് ചെയ്യുന്നു തോന്നുന്നുണ്ടോ ക്ലബ്ബ്? ഞാനെന്താ പറയുന്നത്, ആൾക്ക് പണി അറിയില്ലെങ്കിൽ വെച്ചിട്ട് പോകണം, ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞേക്കണം. എന്റെ ആഗ്രഹം അതാണ്. ഇമാതിരി ബോറിംഗ് ഫുട്ബോൾ കാണാൻ എന്നെ കിട്ടില്ല, തീർച്ചയായും കിട്ടില്ല. അയാൾ പോയാൽ അത്രയും നല്ലത്. പക്ഷെ ക്ലബ്ബ് എന്തിനാ അയാളെ പുറത്താക്കണം? അതാ എന്റെ മൈ പോയിന്റ് ഇസ് ദാറ്റ് ദർ ഇസ് നോ, അയാൾ ഇപ്പം പുറത്താക്കിയിട്ട് നവംബറിലും ഡിസംബറിലും പുറത്താക്കാത്ത അയാളെ ഇനി ജനുവരിയിൽ കൊണ്ട് പുറത്താക്കുന്നതിൽ എന്താണ്? അയാൾ ആ പഴയ ഫാമിലേക്ക് തിരിച്ചു വരികയാണ്, പേടിക്കണ്ട, സമയമുണ്ട്. ഒക്ടോബർ നവംബർ ഇസ് കമ്മിങ് ബാക്ക് അഗൈൻ, പേടിക്കുകയേ വേണ്ട. അമ്മാരി കളിയെ കളിക്കുന്നുണ്ട്, ആർസണൽ ഉണ്ട്, തീരുമാനമാവും, പേടിക്കണ്ട. ഞാൻ വെയിറ്റിംഗ്. പൊങ്കൽ എന്ന് ഞാൻ ചെന്നൈയിൽ നിന്ന് പറയും, ഞാൻ ഉറപ്പാണ്. അയാള് പൊങ്കല് പൊങ്കല് കഴിഞ്ഞ ഉണ്ടാവാൻ പാടില്ല, നല്ലൊരു തുടക്കാവട്ടെ പറഞ്ഞിരിക്കുകയാണ്. ബോഗിക്ക് കത്തിക്കുന്ന പോലെ കത്തിക്കാൻ മതിയായി സത്യം, ബോറിംഗ് ആയി.
കളി ബോറിംഗ് ആണ്, ബട്ട് സാക്കിംഗ് ദ മാനേജർ ഈ ക്യാൻ ചെയ്യ അതല്ല കോച്ച് എന്ന് പറയുന്നത്. മാനേജർ പോലല്ലോ, കോച്ചല്ലേ, അയാൾക്ക് ട്വീക്ക് ചെയ്ത് എന്ത് അല്ലല്ല, വേണമെങ്കിൽ അതൊരു മാറ്റാം. ടെർമിനോളജി എത്ര അല്ലേ, ഒരു സെക്കൻഡ് ഹാഫ് terminology എത്ര സെക്കൻഡ് ഹാഫ് ട്വീക്ക് നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുണ്ട്. ലെറ്റ് ബി ഡിഎസ് ഉണ്ട്, ന്യൂനസ് ഉണ്ടായിരുന്നു, ഓക്കെ ഫൈൻ. സ്റ്റിൽ നമ്മൾ മേടിച്ചത് മറ്റേ ബോൾസിലൊക്കെ ഇപ്പൊ കളിക്കുന്ന പ്ലേയേഴ്സ് പോലെ അല്ലല്ലോ, ഇതൊരു സ്റ്റാർ പ്ലേയേഴ്സാണ് മേടിച്ചിരിക്കുന്നത്. അവരെ വെച്ച് കളിപ്പിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കോച്ചാ? അതാണ് പ്രശ്നം. സ്റ്റാർ പ്ലേയേഴ്സ് വെരി എന്താ പറയാ, ഗെയിമിനെ എന്താ പറയാ, ഒരു ആ ഗെയിമിനനുസരിച്ച് എങ്ങനെ കളി മാറ്റുന്ന അറിയുന്ന പ്ലേയേഴ്സിനെ വെച്ചിട്ട് അയാൾക്ക് കളിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ കോച്ച് എന്ന് പറഞ്ഞ എന്ത് നടന്നിട്ട് എന്ത് കാര്യം? സൊബോസല ഉണ്ട്, നമ്പർ 8 ആണ്, വൈഡായിട്ട് കളിക്കാൻ പറ്റും, ബേർഡ്സ് ഉണ്ട്, എക്കിറ്റിക്ക ഉണ്ട്. ഇവരൊന്നും കളിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് കോച്ചാണ്? മാനേജ്മെന്റ് പോട്ടെ, മാനേജർ അല്ല, കോച്ചാണ്. ഈ ക്യാൻ ട്വീക്ക്, ഈ ക്യാൻ മേക്ക് ലോട്ട് ഓഫ് ടാക്ടിക്കൽ ചേഞ്ചസ്. അങ്ങനെ ചെയ്തിട്ടുമുണ്ട് കഴിഞ്ഞ കൊല്ലം സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച്. അയാൾ ഇക്കൊല്ലം അയാൾക്ക് ചെയ്യാൻ പറ്റും. മാനേജർ ഗോ ഫ്രം ദയർ ടു ഹിയർ ആൻഡ് അത് ഒരു സാക്കിംഗിലേക്ക് ലീഡ് ചെയ്യുന്ന ലെവലിലേക്ക്, ആസ് ലോങ് ആസ് ഈസ് ഇൻ ടോപ്പ് 4 ഇസ് വാട്ട് ഐ ആം സേയിങ്. ഇപ്പൊ ടെൻ ഹാഗിന്റെ എക്സാമ്പിൾ ആണെങ്കിലും ഇപ്പൊ മരസ്കയുടെ എക്സാമ്പിൾ ആണെങ്കിലും അതാണ് ഈ സർവൈവ്ഡ് പറയാം വേണമെങ്കിൽ, അല്ലാതെ മര്യാദക്ക് കളിച്ച് ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇനി വരുന്ന കളിയിലാണ് പ്രശ്നം. അതായത് ഹൗ ഹി വിൽ ഫേസ് ഫുൾഹാം ആൻഡ് ആർസണൽ. ഇനി വരുന്ന ഗെയിംസ് അങ്ങനെയാണല്ലോ, നോക്കാം. അതാണ് എന്റെ പോയിന്റ്. അതാണ്, അതായത് ഫുൾഹാമും ആർസണലും നെക്കാളും ഇമ്പോർട്ടന്റ് അപ്പുറത്ത് ചെൽസി ആർ പ്ലേയിങ് മാൻ സിറ്റി. അപ്പുറത്ത് അവന്മാരാണ് ജയിക്കണ്ടേ. Our top 4 is not because we are playing for top 4. Our top 4 is because others are playing worse. യുണൈറ്റഡ് ലീഡ്സിനെ കളിക്കുന്നുണ്ട്. യുണൈറ്റഡ് പൊട്ടിക്കും ലീഡ്സിന്. നമുക്ക് പൊട്ടിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് യുണൈറ്റഡ് തോൽക്കുന്നു പറയാൻ പറ്റില്ല. അതൊക്കെ യുണൈറ്റഡ് തോൽപ്പിച്ചു. യുണൈറ്റഡ് ഡ്രൂ ടു വുൾഫ്സ്. യുണൈറ്റഡ് വുൾഫ്സിന്റെ കൂടെ ഡ്രോ ആയി. നമ്മള് വുൾഫ്സിനെ പൊട്ടിച്ചു. നമുക്ക് ഡ്രോ, നമ്മള് പൊട്ടിയില്ലാന്നേ ഉള്ളൂ. പൊട്ടേണ്ട ഗെയിം ആയിരുന്നു വുൾഫ്സിന്റെ കൂടെ. നമ്മൾ തോറ്റില്ലാന്നേ ഉള്ളൂ. നമ്മള് രക്ഷപ്പെട്ടു. Last season to this season, Slaughter എന്താ ചോദിക്കുകയാണെന്ന്, there's only one change that happened actually. കോച്ച് പോയി, കോച്ച് and assistant കോച്ച് പോയി, വേറെ കോച്ച് വന്നു. So was last season because of Heitinga? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Ajax he should have won, right? അതായത് യുണൈറ്റഡ് ആർ പ്ലേയിങ് ലീഡ്സ് അവേ ആൻഡ് ദെൻ ബേൺലി അവേ, അത് കഴിഞ്ഞ് മാൻ സിറ്റി അറ്റ് ഹോം. സോ അതാണ് എന്റെ പോയിന്റ്. അതായത് ടോപ്പ് 4 എന്ന് പറയുന്നത് ഇറ്റ്സ് ലാർജ്ലി ഡിപ്പെൻഡ് ഓൺ ഹൂ ആർ ഫൈറ്റിംഗ് ഫോർ ടോപ്പ് 4 റാദർ ദാൻ ഹൂ ഇസ് ഗോയിങ് ടു ടേക്ക് ടോപ്പ് 4. ടോപ്പ് 4 വേണ്ടി നിൽക്കുന്ന ക്ലബ്സ്, ഇപ്പൊ ആസ്റ്റൺ വില്ല ലാസ്റ്റ് ഗെയിം, വിൽ ഗോ ടു ദാറ്റ് നൗ ആക്ച്വലി. ആസ്റ്റൺ വില്ല ലാസ്റ്റ് ഗെയിം ലോസ്റ്റ് എംഫാറ്റിക്കലി ടു ആർസണൽ. അപ്പോ വി ആർ നൗ ആക്ച്വലി ഈ വീക്കെൻഡ് വെച്ച് നോക്കുമ്പോൾ വി ഗെയിൻഡ് 1 point towards Aston Villa. I'm talking purely on points. So season wise there is top 4 എടുത്തോളം കാലം ഒരിക്കലും ക്ലബ്ബുകളെ സഹായിക്കില്ല. That is my point, and that is the point I've been making forever. ലാസ്റ്റ് സീസൺ ലീഗ് അടിച്ച മാനേജർ ഈ സീസൺ ടോപ്പ് 4 ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ മിഡ് സീസൺ എന്തായാലും മേ ബി ദിൽ റിവ്യൂ ഇറ്റ് ഇൻ ദ സമ്മർ. മിഡ് സീസൺ എന്ത് വന്നാലും അയാൾ സാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസും ഇല്ല. കാരണം ദാറ്റ് വിൽ ബി ടു ഡ്രാസ്റ്റിക് എ മൂവ്. കാരണം നമ്മുടെ പ്രോജക്റ്റിന് അത് എത്രത്തോളം ബാധിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് വി സൈൻ പ്ലേയേഴ്സ്, വി ആർ ബിൽഡിംഗ് സംതിങ്, ആൻഡ് ഔട്ട് ഓഫ് എ വിഫ് ഒരു മാനേജറെ വെൻ ഹി ഈസ് ഇൻ ടോപ്പ് 4 സാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ then it makes look like that league winning the league is the only criteria where we'll keep a manager എന്നാണ്. നമ്മൾ ചെൽസി ആയി മാറും, അതാണ് ഉണ്ടാവുക. ടോപ്പ് 4 പറയുമ്പോ ടോപ്പ് 4 എങ്ങനെ കിട്ടിയെന്ന് ആലോചിക്കണം. that doesn't matter. അപ്പൊ ലീഗ് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ പോലെയല്ലോ. അത് അങ്ങനെയല്ലല്ലോ. ലീഗ് കിട്ടുന്നത് കൺസിസ്റ്റൻസിയോടല്ലേ കിട്ടുള്ളൂ. പെർഫോമൻസിൽ കൺസിസ്റ്റൻസി വേണ്ടേ? No manager has kept his job because they play amazing football. Every manager has kept his job because they have the results. ഇപ്പൊ ഒരുപാട് മാനേജേഴ്സ് വന്നിട്ട് ഭയങ്കര ഒരുപാട് മാനേജേഴ്സ് എക്സ്പാൻസീവ് ആയ ഫുട്ബോൾ കളിച്ചിട്ട് they lost their job because they've got the results ഇല്ല. റിസൾട്ട്സ് ഉള്ള മാനേജേഴ്സ് they will keep the job is what I'm saying. സ്ലോട്ടിന്റെ ജോബ് ഒരിക്കലും പുള്ളി ടോപ്പ് 4 എടുത്തോളം കാലം ഒരിക്കലും പോവില്ലല്ലോ. How can they fire a manager who's in top 4 is my point.
ടോപ്പ് 4 ഔട്ട് ആയാലും ഓക്കെ, ആസ് യു സേയിങ്. ഇനിയിപ്പം നമ്മൾ ആർസനലോട് തോറ്റു, ഫുള്ളമിനോട് റിസൾട്ട് കിട്ടിയില്ല, ആൻഡ് ഇവൻച്വലി ബൈ ദ എൻഡ് ഓഫ് ഫെബ് we are back to 6th, 7th, 8th and all, then fair enough, then he'll make it sacked. But aduvare there is no grounds for the club to sack the manager is my point. What I want or what you want is different. ഞാൻ പറയുന്നത് ക്ലബ് അത് ചെയ്യില്ല എന്നാണ് ഞാൻ എന്റെ വാദം. നോക്കാം. Anyway, ഉണ്ടാവില്ല we will അടുത്ത് നമ്മളിത് 30 അരമണിക്കൂറായി ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്തായാലും സ്ലോട്ട് കാരണം ഇതന്നെ പറഞ്ഞോണ്ടിരിക്കാൻ എന്തായാലും സാക്ക് ചെയ്യാനൊന്നും പോണില്ല. ഗണേശന്റെ പോയിന്റ് ഓഫ് വ്യൂ, സുദീപിന്റെ പോയിന്റ് ഓഫ് വ്യൂ, എന്റെ പോയിന്റ് ഓഫ് വ്യൂ, അവിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് മിക്ക ഫുട്ബോൾ ഫാൻസിനും ഉള്ളത്. Like half of the fan base is extremely angry and wants Slot out. Half of the fan base are like, let's see where the season takes us. Let's see what we ഒരു ട്രാൻസിഷൻ സീസണായി കാണണം എന്ന് പറയുന്നവരുണ്ട്. സോ എനിബഡി ക്യാൻ, ഗണേശന്റെ സൈഡ് പറയുന്നവരും സുദീപിന്റെ സൈഡ് പറയുന്നവരും എന്റെ സൈഡും ഓബിയസ്ലി പറയുന്നവരും, ഓൾ ഓഫ് യു ക്യാൻ കമന്റ്. എനിവേസ്, ഈ പറഞ്ഞ പോലെയാണ് ആസ്റ്റൺ വില്ലയുടെ മാച്ചിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് ആർസണൽ. ഐ തിങ്ക് this win for Arsenal has been one of the statement wins of the season എന്ന് വേണം പറയാം. അതായത് ഒരു സീസൺ ഡിഫൈനിങ് വിൻ ആയിരുന്നത്. And when you add to City's result, it makes that result even more emphatic. അതായത് നമ്മൾ 2 പോഡ്കാസ്റ്റ് മുന്നേ പറഞ്ഞു സീസൺ കിക്ക് ഓൺ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അവിടുന്നാണ് ആർസണൽ 10 matches 11 matches unbeaten ആയ ആസ്റ്റൺ വില്ലയെ ഫസ്റ്റ് ഹാഫ് ഇറ്റ് വാസ് KG, സെക്കൻഡ് ഹാഫ് പൊട്ടി തകർത്തുകൊണ്ട് ആസ്റ്റൺ വില്ലയുടെ കോൺഫിഡൻസ് തന്നെ പോയി സെക്കൻഡ് ഹാഫിൽ. കണ്ടിരുന്നോ മാച്ച്? സോ അഗൈൻ ഫസ്റ്റ് ഹാഫ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് വാട്കിൻസിനൊക്കെ ആർക്കെങ്കിലും ആസ്റ്റൺ വില്ല കുഡ് സ്കോർ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. മെഗൻ എന്തെങ്കിലും ഉണ്ടാക്കും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ശേഷം ആസ്റ്റൺ വില്ല എൻറ്റയർ പിക്ചറിൽ എവിടെയില്ല. അവര് ഓക്കെ നിങ്ങൾ വേണമെങ്കിൽ ഗോൾ അടിച്ച് പോയിക്കോ എന്നുള്ള അവസ്ഥയായിരുന്നു. It felt so weird, Aston Villa. Aston Villa, they have been doing this for a while now. They are playing well, എങ്ങനെയെങ്കിലും scraping wins, and next game അവർ എങ്ങനെ കളിച്ചില്ല, മോശം കളിച്ചാലും they trying getting results. Yesterday that was not there. Completely flat. ആർസണലിന്റെ ബിഗ്ഗസ്റ്റ് they score. അവർക്ക് ചാൻസ് കിട്ടിയാൽ they are scoring now. ആർസണലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇത് വന്നത് ഗബ്രിയേൽ തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഗബ്രിയേൽ തിരിച്ചു വരികയും ചെയ്തു. അവർ ആ സെറ്റ് പീസിൽ അത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുകയും ചെയ്തു. അത് ഗോൾ അടിക്കുകയും ചെയ്തു ഗബ്രിയേൽ കറക്റ്റ് സമയത്ത് ഇവർക്ക് തിരിച്ചു വന്നതും ഒരു ഇമ്പോർട്ടന്റ് ഇതാണ്. അവർക്ക് ഇനി സീസണിൽ കുറച്ചും കൂടി നല്ല ഒരു ഇടയ്ക്കൊന്നൊരു ചെറിയ പ്രശ്നങ്ങൾ വന്നെങ്കിലും ഇനി അങ്ങോട്ട് നന്നായിട്ട് പോകാനുള്ള ഒരു ഇതാണ്. ഗബ്രിയേലും ശരിക്കും അവർ മിസ് ചെയ്തത്. ഈസ് ബാക്ക്. ആർട്ടേറ്റൻ വീണ്ടും നല്ല ഉഷാറോടെ ഇനി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ഫസ്റ്റ് കുറെ കാലത്തിന് ശേഷം ഒരു ടൈറ്റിൽ സാധ്യത എന്തായാലും നമ്മുടെ മാച്ച് പോലെ തന്നെ സിറ്റി മാച്ച് വാസ് ഓൾസോ സിറ്റി കുഡ് ഹാവ് ലോസ്റ്റ് ദാറ്റ് ഗെയിം ഇൻ ദ ലാസ്റ്റ് മിനിറ്റ്സ് കൗണ്ടറിൽ. there were a lot of chances for Sunderland, but City was എന്താ പറയാ, it was ഒരു one-way traffic at one end, but Sunderland kind of kept that chance open in the end also. There was a lot of counter-attacking. അതായത് സിറ്റി ശരിക്കും went for the win. So ആ കാരണം after 80 minutes I was watching, എനിക്ക് തന്നെ as a neutral I was tense because City were that അറ്റാക്കില്ല. എനിക്കൊന്നു ഗോഡിയോൾ അടക്കം ബോക്സിനകത്തായിരുന്നു അവസാനമൊക്കെ ആവുമ്പോഴേക്കും. ബട്ട് അഗൈൻ ഇറ്റ്സ് എ ഗ്രേറ്റ് റിസൾട്ട് ഫോർ സണ്ടർലൻഡ്. സണ്ടർലൻഡിന്റെ ജാക്ക റെസിലിയൻസ്. ആക്ച്വലി ഇഫ് റിസൾട്ട്സ് ഗോ ലിറ്റിൽ ബെറ്റർ, സണ്ടർലൻഡ് ആർ ഓൾസോ ഇൻ ദ ഷൗട്ട് ഫോർ എ ടോപ്പ് 4 ഫിനിഷ് ഇഫ് ദേ ഡു റിയലി വെൽ, ആൻഡ് യൂറോപ്യൻ ഫിനിഷ് ഫോർ ഷുവർ അല്ലേ. കാരണം ഇപ്പം ചെൽസിയുടെ അവസ്ഥ നമ്മൾ കണ്ടു. ചെൽസി ഇതായി ഡ്രോ ആയി, United draw ആയി. So Sunderland are still only 4 points away from top 4. So it's like സുദീപ് പണ്ട് പറഞ്ഞ പോലെ excellent season for them.
എനിവേ സ്പേഴ്സ് മാച്ചിനെ കുറിച്ച് കണ്ടിരുന്നോ? ഇല്ലാന്ന് തോന്നുന്നു. നമ്മുടെ സെയിം ടൈമിലായിരുന്നില്ലേ? ഞാൻ സിറ്റി ഗെയിം കണ്ടത്. സിറ്റി ഗെയിം ഗോൾ കീപ്പേഴ്സിന്റെ ഗെയിം ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സേവ് ചെയ്ത് നല്ല അറ്റാക്കിംഗ് ഗെയിം ആയിരുന്നു. സണ്ടർലൻഡിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയണം, 10 ഗെയിംസ് അൺബീറ്റൻ ആണ് ഹോമില്, അറ്റ് ഹോം. നമ്മള് ആഫ്കോണിന് അവരുടെ കുറെ പ്ലേയേഴ്സ് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞ സണ്ടർലൻഡാ വരുന്നത് അല്ലെ? ആഫ്കോണില് അവരെ കുറെ പ്ലേയേഴ്സ് പോകുമെന്ന് പറഞ്ഞെങ്കിലും ദേ ആക്ച്വലി ഹെൽഡ് ഓൺ ടു വാട്ട് ഈത്തോസ് അവര് മെയിൻറ്റെയിൻ ദാറ്റ്. ഈ സീസണിന്റെ ഗെയിം പ്ലാനിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. അതായത് എന്താ ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ട്. ഏത് ടീം ആവട്ടെ, ദേ വിൽ ട്രൈ ടു ഷോ ദെയർ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ. ആരാവട്ടെ. സോ at the same time, I think it is a weekend where all the top 4 hopefuls were abysmal. Chelsea were bad, United were bad, Spurs were bad. അങ്ങനെ എല്ലാവരും ബാഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിറ്റിയും ബാഡായി ഡ്രോ ആയി, ആർസണൽ ഗെയിൻ ദ അഡ്വാൻറ്റേജ്. ആൻഡ് ദാറ്റ് ഇസ് ഒരു ജനറൽ എന്താ പറയാ ഒരു റൗണ്ട് അപ്പ് ഫോർ ദ വീക്കെൻഡ്. എടുത്തു പറയാനുള്ള റിസൾട്ട്സ് കാര്യമായിട്ടൊന്നുമില്ല. വെസ്റ്റ് ഹാം ഡ്രൂ. ഐ തിങ്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം ചെൽസിയുടെ മാനേജർ മാറിപ്പോയി എന്നുള്ളതാണ്. അതാണ് എവർട്ടൺ won away to Forest and Newcastle won against Burnley. I think that is the one significant result. About Chelsea, എന്താണ് റൊസനിയർ വരുന്ന പറയുന്നത്? സ്ട്രാസ്ബർഗിന്റെ കളി കണ്ടവർക്ക് അറിയാം, ഇസ് എ വെരി ഗുഡ് യങ് മാനേജർ. ബട്ട് അഗൈൻ നമ്മൾ പറഞ്ഞ പോലെ യങ് മാനേജർ, അവരുടെ പ്രോജക്റ്റിന്റെ ഒരു നേച്ചർ വെച്ചിട്ട് they're again going for the similar profile എന്ന് വേണം പറയാം. മെരസ്ക വന്നപ്പോ മെരസ്ക വാസ് ലിറ്റിൽ ബിറ്റ് മോർ എസ്റ്റാബ്ലിഷ്ഡ് എന്ന് വേണം പറയാം. ബട്ട് എന്താണ് ഗണേഷ് എന്താ പറയാനുള്ളത് ചെൽസിയുടെ? അതായത് അവര് കുറച്ച് പ്ലേയേഴ്സിന് മേടിക്കും, മാനേജറിന് കൊടുക്കും, എങ്ങനെയെങ്കിലൊക്കെ കളിപ്പിക്കുക. ആരൊക്കെയുള്ളതൊന്നും പോലും അറിയില്ല. അത് വായിച്ചു വരുമ്പോഴേക്കും വേറെ മാനേജർ ആയിരിക്കും പിന്നെ വരുന്നത്. അയാൾ മോർ ഓഫ് എ കേസ് ഓഫ് എ മ്യൂച്വൽ ഇതല്ലേ? മ്യൂച്വൽ ആണ്. പുള്ളിയാണ് ആദ്യം പറഞ്ഞേ പോണെന്ന്. സോ ആ മ്യൂച്വൽ അഗ്രിമെന്റിൽ മാറ്റിയതാണ്. സോ മേ ബി ആള് സിറ്റി ജോബ് ആണെന്ന് അറിയില്ല. മുമ്പ് ആ മരസ്കാട്ട് സിറ്റി എന്ന് പറഞ്ഞ റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അത് നിൽക്കുകയാണെന്ന്, അതിന് പോകാൻ വേണ്ടിയിട്ട് ഇത് ഇവിടുന്ന് മ്യൂച്വൽ അഗ്രിമെന്റ് മേടിച്ച് പോകണമെന്ന് അറിയില്ല. ടോക്കിംഗ് അബൌട്ട് സ്ട്രാസ്ബർഗ് മാനേജർ, ആൾ അടിപൊളിയാണ് കളി. അവര് സീസൺ ആദ്യം കത്തിച്ച് തുടങ്ങിയതാണ്. ടോപ്പ് 2-ലും ടോപ്പ് ഓഫ് ദ ടേബിളൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് നല്ല 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 ട്രാൻസിഷൻ ഗെയിംസ് ആണ്. അടിപൊളിയായിട്ട് കളിക്കും. ചെൽസി വെച്ച് നോക്കുകയാണെങ്കിൽ മേ ബി ഹി ക്യാൻ ഇംപ്രൂവ് ദ ലെഫ്റ്റ് സൈഡ്. ഗർണാച്ചോ ആണ് ഏറ്റവും വലിയ പ്രശ്നം മറ്റേ ചെൽസിയില്. എപ്പോഴും ഗോൾ അടിക്കുന്നുണ്ട്, ഇല്ല പറയുന്നില്ല, പക്ഷെ ഗർണാച്ചോയുടെ ഡിസിഷൻ മേക്കിംഗ് ആണ് ഇഷ്യൂ. അപ്പോ റീസെന്റ് ആയിട്ട് ഒരു ആഫ്കോണിന്റെ ഒരു ആർട്ടിക്കിൾ കണ്ടായിരുന്നു. ചുക്വേസയുടെ ഈ പ്രശ്നം തന്നെ എൻ പ്രോഡക്റ്റ് ഇല്ലാതെ വരുന്നതാണ്, ഫിനിഷിങ്ങും മോശമായിരുന്നു. അപ്പൊ ചുക്വേസ ഫിനിഷ് ചെയ്യാൻ നോക്കാതെ ഹി ഈസ് ട്രൈങ് ടു അസിസ്റ്റ്. അസിസ്റ്റ് കൊടുക്കുമ്പോൾ അത് ഗോളായി മാറുന്നുണ്ട്. സോ മേ ബി ആ കൈൻഡ് ഓഫ് എന്താ പറയാ ട്വീക്ക് ഗർണാച്ചോയുടെ ഗെയിം സ്റ്റൈലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെൽസി എന്തായാലും രക്ഷപ്പെടും. അത് ഹീ ക്യാൻ ഡു ദാറ്റ്. അത് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു അവരുടെ ഗെയിം മാറ്റിയെടുക്കുന്നതാണ് ഈ പറയുന്ന കോച്ചിന്റെ പ്രത്യേകത. ഞാൻ കുറെ കളി കണ്ടതാണ്. സോ ആ ഗെയിം സ്റ്റൈല് ഈ വിങ്ങേഴ്സിനെ കൊണ്ട് കളിപ്പിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ്. ചെൽസിയുടെ ഗെയിം മരസ്കയിൽ നിന്ന് ഒരു അപ്ഗ്രേഡ് ആണോ റൊസനിയർ എന്ന് ചോദിക്കുന്നത്? മരസ്കയിൽ നിന്നും ഒരു അപ്ഗ്രേഡ് ആണോ? അതായത് മിഡ് സീസണില് മരസ്കയെ പുറത്താക്കി അല്ലെങ്കിൽ മരസ്ക പോയി കൊണ്ടുവന്ന് വിൽ ഹി ഇംപ്രൂവ്? കാരണം മരസ്ക വാസ് നോട്ട് ബാഡ് ഫോർ ചെൽസി. ഇറ്റ്സ് എ വെരി വെരി ടഫ് ജോബ്. ഞാനെന്താ പറഞ്ഞു, മരസ്ക ഈവൻ ഐ വിൽ ടേക്ക് ഹിം ഇൻ ലിവർപൂൾ ഡെഫിനറ്റ്ലി. ഞാൻ എന്തായാലും എടുക്കും. അയാൾക്ക് നല്ലോണം പണി അറിയാവുന്ന ഒരു മാനേജറാണ്. ചെൽസി പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോ ആള്
മ്യൂച്വൽ അഗ്രിമെന്റിൽ പോയതുകൊണ്ട് അവരുടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളെ വിളിച്ച് ആ ജോലി കൊടുക്കുന്നു എന്ന് മാത്രം. വേറൊരാളുണ്ട് അവനെ കൊണ്ടുവരാന്ന് പറഞ്ഞ് അതാണ്. ബട്ട് അത് നമുക്ക് പറയാം, ഇന്റേണൽ ആയിട്ട് ഒരാളെ കൊണ്ടുവന്ന് മാനേജ് ചെയ്യിപ്പിക്കാന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ദാറ്റ് ഗൈ ഇസ് ഗുഡ്, അതേ എനിക്ക് പറയാനുള്ളൂ. മേ ബി ഞാൻ പറയുന്നു പെട്ടെന്ന് വന്ന് സെറ്റ് ആക്കുന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ദാറ്റ് ഗൈ ഇസ് റിയലി റിയലി ഗുഡ്. ഹിസ് ഫിലോസഫി ഓഫ് ഫുട്ബോൾ ഇസ് വെരി ഗുഡ്. പുള്ളിയുടെ his idea of football is a very attractive style of football. So it works in a non-pressure kind of league. ഇവിടെ വന്നിട്ട് he tries to do an expansive football, ഇല്ലാന്നുണ്ടെങ്കിലും ഒരു ഹോൾസെയിൽ ചേഞ്ച് ഓഫ് സ്റ്റൈലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ റിസൾട്ട് ലെറ്റ്സ് സേ ആദ്യത്തെ 5-6 കളി ജയിച്ചാൽ he might get some more time. He is coming in അടുത്ത കളി സിറ്റി ആയിട്ടല്ലേ ചെൽസിക്കുള്ളതാ. സോ ദീസ് കൈൻഡ് ഓഫ് ഗെയിംസ് അടുത്ത 5-6 കളിയിൽ ഒരു 3 ഡ്രോ 2 ലോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ he will be directly slaughtered out in English media. So adine Chelsea has a habit of doing that anyways. Anyway, we'll move to our game. നമ്മൾ 1 മണിക്കൂറായി ഇന്ന് നമ്മുടെ മാച്ച് ഇത് കഴിഞ്ഞിട്ട്. So we'll just do a preview of football. എന്താണ് ലൈനപ്പ് ചേഞ്ച്? സുദീപ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും ചേഞ്ച് നമ്മുടെ മിഡ് വീക്ക് റെസ്റ്റ് ചെയ്ത കുറച്ച് പ്ലേയേഴ്സ് തിരിച്ചു വരും. ഇപ്പൊ കേർക്കസ് കഴിഞ്ഞ കളി കളിച്ചില്ല, കേർക്കസ് തിരിച്ചു വരും ലൈനപ്പിൽ. കേർക്കസ് ലെഫ്റ്റ് ബാക്ക് ആയിരിക്കും. റൈറ്റ് ബാക്ക് ആണ് ഡൗട്ട് ആരായിരിക്കും എന്നുള്ളത്. ഫ്രിംപോങ് കൂടുതൽ നേരം കളിച്ചു, അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ബ്രാഡ്ലി സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. ബ്രാഡ്ലിയാണ് ആദ്യം സബ് ഇറങ്ങിയത്. ബാക്ക് സെന്റർ ബാക്ക് അവര് കൊണാട്ടിയും വിവിഡിയും തന്നെ അവര് തന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതായിരിക്കും ബാക്ക് 4. പിന്നെ മിഡ്ഫീൽഡ് 4-ലാണ് അത് കേർട്ടിസ് സ്റ്റാർട്ട് ചെയ്യും. കേർട്ടിസ് സ്റ്റാർട്ട് ചെയ്യും. ഗ്രാവൻബർച്ച് സ്റ്റാർട്ട് ചെയ്യും. മെക്കലിസ്റ്റർ ഡൗട്ടാണ്. മെക്കലിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. സൊബോസ്ലൈൻ സ്റ്റാർട്ട് ചെയ്യും. അതെ, സൊബോസ്ലൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു മെക്കലിസ്റ്റർ കേർട്ടിസ് അതിലായിരിക്കും ഒരു പ്രശ്നം വരിക. കേർട്ടിസ് ആണോ മെക്കലിസ്റ്റർ ആണോ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പ്രശ്നം വരും. എന്റെ ഡൗട്ട് മെക്കാലിസ്റ്ററും കേർട്ടിസും സ്റ്റാർട്ട് ചെയ്യും, ബേർഡ്സ് കളിക്കില്ല. ബേർഡ്സ് കുറെ സാധ്യതയില്ലാതില്ല. അതെ, പിന്നെ ഫ്രണ്ടില് വേർഡ്സും എക്കിറ്റിക്കോ അങ്ങനെ ആരെങ്കിലും തന്നെ ആയിരിക്കും. ബേർഡ്സിന്റെ റോളിൽ മെക്കാലിസ്റ്റർ കളിക്കും, മിഡ്ഫീൽഡ് സെയിം ആയിരിക്കും, എക്കിറ്റിക്ക ഫ്രണ്ട്. ഇത്രയേ ഉള്ളൂ. എന്തായാലും കിയസ സ്റ്റാർട്ട് ചെയ്യില്ല. ഒരു ഗ്യാപ്പോ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഗ്യാപ്പോ ഉണ്ട്. അപ്പൊ വേർഡ്സിന്റെ പൊസിഷനിൽ ഗ്യാപ്പോ വരാം. ഗ്യാപ്പോ ക്യാൻ ഓൾസോ പ്ലേ ദർ. അപ്പോ കൺഫ്യൂസ്ഡ് ആണ് ആരാ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. എന്തായാലും ബാക്ക് 4ഉം ഗ്രേവി, സൊബോസ്ലൈ, എക്കിറ്റിക്കെ ഇത്ര ആൾക്കാര് കൺഫേം ആണ്. അതായത് ആരൊക്കെ കളിക്കുന്ന മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ, എങ്ങനെ കളിക്കുന്ന കൺഫ്യൂഷൻ ഇല്ല. അത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ശരിയായി വരുന്നില്ലല്ലോ. പക്ഷെ എക്കിറ്റിക്ക് ആക്ച്വലി കുറെ കളിയായാലും ഇപ്പൊ ഒന്നാമത് കളിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഹി ക്യാൻ സസ്റ്റെയിൻ ഗ്യാപ്പ് പ്ലേസ് ഇൻസ്റ്റെഡ് ഓഫ് എക്കിറ്റിക്ക്. അത് സാധ്യതയുണ്ട്, ശരിയാ, നല്ല സാധ്യതയുണ്ട്. ഫുൾഹാം is a very 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 good team. അപ്പോ അവേ ആണ്. We know Craven Cottage is a very tough place to go. അവരുടെ form has been quite good. They have been they drew the last game. നമ്മുടെ കളി വെച്ച് എവിടെ പോയാലും ഒരേ ഗതിയാണ്, അതും പറയാം. ക്രേവൻ കോട്ടേജ് ആയാലും ശരി, ടർഫ് മോർ ആയാലും ശരി, എവിടെ പോയാലും ഒരേ കളിയാണ്. അതൊന്നും വേദി പ്രശ്നമല്ല. സോ നമ്മള് പറയുന്ന എക്കിറ്റിക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നടക്കുള്ളൂ. ഗ്യാക്പോ ഒക്കെ അവർ പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്യും. ഫുൾഹാമിന്റെ സെന്റർ ബാക്സ് അല്ലെങ്കിൽ തന്നെ നമുക്ക് ത്രെഡ് 0-0 പിടിച്ചേക്കും. എന്നിട്ട് ആ 45 minutes എക്സ്ട്രാ റെസ്റ്റ് കിട്ടുമല്ലോ, അത് കഴിഞ്ഞിട്ട് we pull somebody out and bring എക്കിറ്റിക്കെ probably. ഫുൾഹാമിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഫുൾഹാമിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഫുൾഹാമിനെ ഡിസ്കസ് ചെയ്തപ്പോ
അവരുടെ 3 പ്ലേയേഴ്സ് നൈജീരിയൻ ടീമിന് വേണ്ടി പോയത് കീ പ്ലേയേഴ്സ് ആണ് 3 പേര്. ബാസി ഉണ്ട്, ഇവോബി ഉണ്ട്, ചിക്വേസി ഉണ്ട്. ഇവര് 3 പേരും നൈജീരിയ ടീമിന് വേണ്ടി അവിടെയാണ്. അവര് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, നല്ല രസമായി അഫ്കോണില്. പക്ഷെ അത് ഭയങ്കര മിസ്സാണ് അവർക്ക്. അവരുടെ ആ പ്ലേയിങ് സ്റ്റൈൽ, അവർ കുറെ കളി നല്ല ഗോളൊക്കെ അടിച്ച് ജയിച്ച കളിയില് ചിക്വേസിയുടെ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനും അതൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുണ്ടായിരുന്നു. അവരുടെ ഇവോബി മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് കളിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ അത്രയും ഒരു ഡോമിനേറ്റ് ചെയ്ത വിന്നൊന്നും ആയിരുന്നില്ല അവരുടെ. അവര് വലിയ ഹൈ സ്കോറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഹാരി വിൽസനെ ഒക്കെ കുറെ കൂടി ഫ്രീ ആക്കിയത് ഈ ചിക്വേസിയും ഇവോബി ബാക്കിലേക്ക് ഇറങ്ങി കളിച്ചതൊക്കെയാണ്. ഹാരി വിൽസനൊക്കെ ഒരുപാട് ഗോൾ അടിച്ച മാച്ച് ഉണ്ടായിരുന്നു, 2 ഗോളൊക്കെ അടിച്ച. അപ്പോ അതിന്ന് വ്യത്യാസമുണ്ട്. അവര് അത്രയും ത്രെറ്റ് അല്ല നമ്മുടെ അതിൽ നോക്കുമ്പോൾ. പക്ഷെ നമ്മുടെ ഈ പ്ലേയേഴ്സ്, ഒരേ പ്ലേയേഴ്സിനെ കളിക്കുന്ന ഒരു അവസ്ഥ, ടയർഡ്നെസ് ഉണ്ടാവാം, ഇതൊക്കെ. അപ്പൊ അത് പക്ഷെ അവര് ലോ ബ്ലോക്ക് അല്ല, അവര് എക്സ്പാൻസീവായി കളിക്കും. അപ്പൊ നമ്മൾ ഗോൾ വാങ്ങാനും ചാൻസ് ഉണ്ട്. ചാൻസ് ഫോർ സ്കോർ ഓൾസോ മച്ച് ബെറ്റർ ദാൻ ഒരു ബ്രേക്ക്. നമുക്കൊരു ടീമിനെ ബ്രേക്ക് ചെയ്യാനുള്ള കഴിവ് ഉണ്ടെന്ന് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഓൺ അതർ നോട്ട്, ദർ ഇസ് എ ന്യൂ സൈനിങ് ദാറ്റ് ലിവർപൂൾ മേഡ്. ഓസ്ട്രിയൻ സെന്റർ ബാക്ക് എഫ്എൻഇ എന്തൊക്കെയാ പറയുന്നത്, അക്കാഡമി തന്നെ, 17-year-old പ്ലെയർ. അണ്ടർ 17 കിടിലൻ പ്ലെയർ ആണ്. അണ്ടർ 17 ടീമിലെ കിടിലൻ പ്ലെയർ ആണ് ഓസ്ട്രിയ. പെപ്ജിന്റെ സജഷൻ ആയിരിക്കും അല്ലേ? പ്രഡിക്ഷൻസ് ചോദിക്കുന്നില്ലേ? പ്രഡിക്ഷൻസ് ചോദിക്കൂ, പറയൂ. എനിക്കൊന്നുമില്ല, സത്യം പറയല്ലോ. ഒരു അഭിപ്രായം ഇല്ല. എന്താവുന്ന എനിക്കൊന്നും അറിയില്ല. നമ്മൾ വെറുതെ പ്രഡിക്റ്റ് ചെയ്തിട്ട് എന്ത് കാര്യം? പറ്റാത്ത അവസ്ഥയുണ്ട്. സ്കോർ ലൈനോ 2-0 ഫുൾഹാം. എങ്ങനെങ്കിലും തട്ടിപ്പോയ ഒരെണ്ണം അടിക്കും. 2-1 ആയിരിക്കും, അത്രയാണ്. 2-0 അല്ലെങ്കിൽ 2-1. 1-1 വെക്കാൻ ചാൻസ് ഞാൻ കാണുന്നില്ല. സുദീപ് എത്രയാ? 4-1, 5-1 അല്ല, സോറി 1-5-4-1-4 0-1 ലിവർപൂൾ വിൻ. അങ്ങനെയാണ്. I think I'll go for a 2-1 Liverpool win. Okay. നോക്കാം. Anyway, it's a long podcast. Wait, വേറെ മാച്ചസ് നമ്മൾ പറഞ്ഞില്ല. Villa are playing Forest. There is Bournemouth Arsenal. Another Arsenal ഈ ഒരു time is very important, and I think if they get through this period without എന്താ പറയാ, ആ ലീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഐ തിങ്ക് ദേ വിൽ ദെൻ വാക്ക് ദ ലീഗ്. സോ ബോൺമത്ത് അവേ ഫോർ ആർസണൽ. സ്പേഴ്സ് ആർ പ്ലേയിങ് സണ്ടർലൻഡ്, ടോപ്പ് 4 ബാറ്റിൽ പറയുകയാണെങ്കിൽ. ദെൻ ദ ബിഗ് ഗെയിം സിറ്റി വേഴ്സസ് ചെൽസി. ബോൺമൗത്ത് ആർസണൽ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. മറ്റേ ഇറയോലയുടെ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. സെമിനു എന്തായാലും കളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ആർസണലിനെ തോൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോകാനും പ്ലാൻ ആണെന്ന് അറിയില്ല, അത് നോക്കണം. സിറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കും ആർസണൽ തോൽപ്പിച്ചിട്ട് ചാൻസ് ആണ് ഇങ്ങോട്ട്. സിറ്റി പോയാലും ഒരു കളി കൂടെ ഉണ്ട്, അപ്പോ 2 ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ this form I think Arsenal will win that game. Arsenal should be winning. Arsenal ജയിക്കും. പിന്നെ മോശം ഫോമിലാണ്. അവരിപ്പോ ഒന്ന് പിക്കപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആർസണൽ ഗെയിം കളിക്കുന്നുണ്ട്, റിസൾട്ട് ഇല്ല. ആർസണലിന്റെ കൂടെ ജയിക്കാൻ ചാൻസ് ഇല്ല. ബോൺമത്തിന്റെ ഫോർവേഡ്സ് ഒന്നും സെറ്റിൽ ആയിട്ടില്ല, അതാണ് പ്രശ്നം. എനി സുനാൽ ആണെങ്കിലും ക്രൂപ്പി ആണെങ്കിലും ഒരു സ്റ്റെബിലിറ്റി ഇവിടെ ഇല്ല. സെമന്യോ മാത്രമാണ് അവർക്ക് ഔട്ട്ലെറ്റ് ആയിട്ടുള്ളത്. ഗോൾ ലൈൻ കിട്ടിയ പോലെ അടിച്ചുള്ളിലാക്കില്ല, പുറത്തടിക്കും. അമ്മാതിരി അവസ്ഥയാണ് അവന്റെ. വൻ കഴിവാണിത്. പിന്നെ എനിക്ക് ലീഡ്സ് യുണൈറ്റഡ് അവരുടെ ലിവർപൂൾ യുണൈറ്റഡ് ലീഡ്സ് നല്ല, അതില് ലീഡ്സ് ജയിക്കാനുള്ള സാധ്യത ഞാൻ കണ്ടു. ലീഡ്സിന് പക്ഷെ എംബഡു കളിക്കൂല, ഹി സസ്പെൻഡഡ്. അത് വലിയ അടിയാണ്. കൺട്രോൾസ് ദ ഗെയിം. ഞാൻ അതിന് യുണൈറ്റഡ് ജയിക്കുന്ന പറയുന്നത്.
മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കും ലീഡ്സിന്റെ കൂടെ. സ്വരൂപില്ലാത്ത കാരണം ഗണേഷ് വന്ന് യുണൈറ്റഡ് ജയിക്കുന്നു പറയുന്നുണ്ട്. ഉറപ്പായിട്ട് അവന്മാര് ഒരുവിധം നന്നായി കളിക്കും. നീ കഴിഞ്ഞ കളി കണ്ടില്ലേ വൂൾസിന്റെ കൂടെ? പക്ഷെ ലീഡ്സിന്റെ കൂടെ ഒക്കെ അവന്മാര് മര്യാദ കളിക്കും. അവന്മാരെ ബാക്കി പ്ലേയേഴ്സ് ഒക്കെ വരില്ലേ, പ്ലേയേഴ്സ് ഒക്കെ വരില്ലേ? എന്താ അവർക്ക് ആഫ്കോണാണ് ബാധിച്ചത്. പാവം എംബോമോ പോയതാണ് അവർക്ക് ഏറ്റവും വലിയ നഷ്ടം. ഒരു സൈഡ് ഡിയാലോ മൊത്തം പോയി. മൗണ്ട് ഗോട്ട് ഇഞ്ചർഡ് അഗൈൻ. പിന്നാരാ ഇല്ലാത്തതെല്ലാം കൂടുതലാണ്, ഉള്ളതാണ് പ്രശ്നം. സെസ്കോ ഇസ് പ്ലേയിങ് എവരി ഗെയിം. സെസ്കോന് കളിക്കേണ്ടി വരികയാണ്. സെർക്സിയാണ് കളിക്കുന്നല്ലേ ഫ്രണ്ടില്. അതാണ് കമ്മിങ് ആൻഡ് പ്ലേയിങ് ബെറ്റർ ദാൻ സെസ്കോ. ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ദാൻ സെസ്കോ. ആ റേഞ്ചിൽ എത്തിയിട്ടുണ്ട് അവര്. ബ്രൂണോ തിരിച്ചു വന്നിട്ടില്ല, അതും മിസ്സാണ്. ബ്രൂണോ തിരിച്ചെത്തിയിട്ടില്ല, സോ അതാണ്. എനിവേ നമ്മുടെ ട്രാൻസ്ഫേഴ്സിന്റെ കാര്യം ഒരു പ്ലെയർ സിറ്റി ഈസിലി വിൽ വിൻ. ഇന്നത്തെ പ്രസ് കോൺഫറൻസ് മറ്റേ അണ്ടർ 21 മാനേജറാ ചെയ്തത്. അണ്ടർ 21 കോച്ച്. സോ ട്രാൻസ്ഫർ വിൻഡോ ഇസ് ഓപ്പൺ. ഇന്ന് ബ്രെന്നൻ ജോൺസൺ, ഫസ്റ്റ് മേജർ ട്രാൻസ്ഫർ ഓഫ് ദ വിൻഡോ, വെന്റ് ടു Crystal Palace from Spurs. It's a very good result for ഒരു ആസ് എ റിപ്ലേസ്മെന്റ് പോലെ അവർക്ക് പക്ക ഒരു പ്ലെയർ അവിടെ വന്നു. ഗുഡ് മൂവ് ഫോർ ദ പ്ലെയർ. എന്തായാലും സ്പേഴ്സിൽ ഹി വാസ് അഗെയിൻ ബെഞ്ച് പ്ലെയർ ആയിരുന്നു, ഇടയ്ക്ക് വരുമായിരുന്നു, സ്കോർഡ് ക്രൂഷ്യൽ ഗോൾസ്, ബട്ട് ഐ ഹോപ്പ് ഹി ഡസ് വെൽ അറ്റ് പാലസ്. പിന്നെയുള്ളത് നമ്മളൊരു പ്ലെയർ ലിങ്ക്ഡ് ആണ്, വൺ സെന്റർ ബാക്ക് ഫ്രം ക്ലബ് ബ്രൂജ്. പുള്ളി ഇക്വഡോറിയൻ ആണെന്ന് തോന്നുന്നു. പുള്ളി അവിടുത്തെ മീഡിയയിൽ പ്രസ്സിലാണ്. ഇക്വഡോറിയൻ അല്ലേ? ഹിൻകാപ്പി ഉള്ള രാജ്യം. അപ്പോ പാസ്കൽ ഗ്രോസ് ബ്രൈറ്റനിലേക്ക് തിരിച്ചു വന്നു. ഒഫീഷ്യലായി. വെസ്റ്റ് ഹാം സൈൻ ചെയ്തിട്ടുണ്ട് പ്ലേയേഴ്സിനെ. വെസ്റ്റ് ഹാം ഫോർവേഡിനെ സൈൻ ചെയ്യുന്നുണ്ട്. രണ്ട് സൈനിങ് ഒരു വിംഗറേയും സൈൻ ചെയ്തിട്ടുണ്ട്. ഫോർവേഡും വിംഗറും. അതാണ് ലോട്ട് ഓഫ് ട്രാൻസ്ഫേഴ്സ് ഹാപ്പനിങ്. നമുക്ക് നോക്കാം വാട്ട് വിൽ ഹാപ്പൻ. അതിന്റെ കൂടെ തന്നെ ഹാർവി എലിറ്റിന്റെ കാര്യം നമ്മളിത് പ്രീ പോഡ്കാസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇറ്റ്സ് എ വെരി സാഡ് സിറ്റുവേഷൻ. പുള്ളിനെ കൊണ്ടുവരാനുള്ള ക്ലോസ് ഇല്ല എന്നാ പറയുന്നത്. ആൻഡ് MLS ഷാർലറ്റിലേക്ക് പോകാനുള്ള ഒരു ഓഫർ വന്നിട്ടുണ്ട്. ആൻഡ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. സോ പുള്ളിയുടെ അവസ്ഥ എന്താണ്? വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി പോയതാണ്, പാവം, എല്ലാം പോയി. ഇനിയിപ്പോ എന്തായാലും Unai Emery told that 2 months back they decided that they're not going to play him because they don't want to buy him. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ ടഫ് കോൾ ഫോർ ദ പ്ലെയർ. എന്താണ്? I have no idea. ഈ 10 കളി ഉള്ളതുകൊണ്ടാണല്ലോ കളിപ്പിക്കാത്തത്. 10 40 ആക്കിയാൽ ഈ might play. I mean, Emery is not saying that he don't want it. 10 കളികൾ ഉള്ള സാധനം ഉള്ളതുകൊണ്ടാണ് കളിപ്പിക്കാത്തത്. Maybe not for top 4 club, but he's definitely good enough for a lot of clubs. ഇങ്ങനെ ഒരു കാരണം യൂറോയിൽ ഓൾസോ പ്ലെയർ ഓഫ് ദ, maybe not a starter for a top 4 club. He's good enough to play for a top 4 club. ഒരു സ്റ്റാർട്ടർ ആയിരിക്കില്ല, but he can definitely play for a lot of teams in Premier League. Even Emeryയുടെ കേസിലും he is not playing because of this clause. കാരണം ഈ 10 കളി കളിച്ചാൽ they will have to buy him. അത് അവർക്ക് വേണ്ട എന്നുള്ളതുകൊണ്ട് മാത്രം കളിപ്പിക്കാത്തതുണ്ട്. അയാൾ ആദ്യം പറഞ്ഞു certain players are better than him in his position എന്നാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഇപ്പൊ ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറഞ്ഞപ്പോ അയാൾ സത്യം പുറത്തു വിട്ടു. എനിവേ അത് ഭയങ്കര ഒരു സാഡ് ന്യൂസ് ആയി പോയി. അതായത് ഈ പ്ലേയേഴ്സിന്റെ കളിക്കാനുള്ള ഒരു ചോയ്സ് ഇല്ലാണ്ടിയൊക്കെയാണ്. ഇപ്പോ ഒരു ക്ലബില് പോയിട്ട് അവിടെ ഇങ്ങനെയുള്ള ഡീല് കാരണം, കോൺട്രാക്ടിന്റെ പ്രശ്നങ്ങൾ കാരണം കളിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ ഒരു വർഷം പോയി. അതെ, അതിൽ ശരിക്കും ബ്ലെയിം ചെയ്യേണ്ട അയാളുടെ ഏജന്റിനാണ്. ഏജന്റ് അയാളുടെ അച്ഛൻ തന്നെയാണ്. അതെ, അവരത് ഒരു ക്ലിയർ ആയ ഒരു
അതുകൊണ്ടാണ് ഈ സ്ലോട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. സ്ലോട്ട് ഇതിനു മുമ്പുള്ള പ്രസ് കോൺഫറൻസിന് എലിയട്ടിന്റെ കാര്യം ചോദിക്കുമ്പോ എലിയട്ട് നമ്മുടെ പ്ലെയർ അല്ല എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പലർക്കും അത് ഇഷ്ടമായിട്ടില്ല. പക്ഷെ അതിന്റെ കാരണം അതാണ്. കാരണം നമ്മുടെ അങ്ങനെയുള്ള ഡീലാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ആസ്റ്റൺ വില്ലയുടെ ഒരു ഇത്ര കളി കളിച്ച അത് കൺഫേം ആവുന്നുള്ള രീതിയിൽ അങ്ങനെ തീരുമാനം ഓൾറെഡി പോയിക്കാണ്. അതെ 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 അതെ. അത് മാത്രല്ല ഇവിടുന്ന് പോയി എന്നുള്ളത് കൺഫേം ആക്കി മറ്റൊരു ലോണിൽ പോയ ഒരു പ്ലെയറിന്റെ പോലെ അല്ല ട്രീറ്റ് ചെയ്തേക്കണത്. ഒരു ട്രാൻസ്ഫർ ആയി പോയ പ്ലെയർ ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പ്ലെയർ അല്ല, അവിടെ ട്രാൻസ്ഫർ ആയി. അപ്പൊ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള അവസ്ഥയായി പോയി എലിയട്ടിന്. അതാണ് പറ്റിപ്പോയത്. ഇനിയിപ്പോ നമ്മുടെ പ്ലെയർ ആവുന്നുണ്ടോ? ഇനി ആവില്ല. അല്ല, നമുക്ക് പ്ലേയേഴ്സ് മിഡ്ഫീൽഡിൽ ഇല്ലാന്ന് പറഞ്ഞ് നമ്മൾ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്ലെയർ ഷോട്ടിന് താല്പര്യമില്ലാത്ത പ്ലെയർ സ്ക്വാഡിൽ ഉണ്ടായിട്ടില്ല, കാര്യമില്ല, അവർ കളിപ്പിക്കുന്നില്ല. അതെ, അത്രേ ഉള്ളൂ. ജയിക്കാൻ വേണ്ടി കിയസനെ വരെ ഇറക്കിയല്ലോ, പിന്നെന്താ താല്പര്യക്കുറവ്? അയാളെ നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, സ്ലോട്ടും എലിയട്ടും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടാവും ഈ സീസൺ തുടങ്ങുമ്പോ തന്നെ. അപ്പൊ തന്നെ അത് തീരുമാനിച്ചിട്ടുണ്ടാവും. അവിടെ വെച്ച് അവര് സ്ലോട്ട് ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ എന്റെ സിസ്റ്റത്തില് അല്ലെങ്കിൽ എന്റെ ഇതില് പറ്റില്ല. പ്ലെയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? വർക്ക് ചെയ്യാത്ത പ്ലെയറല്ലേ, നമ്മള് വേറെ പ്ലേയേഴ്സിനെ എങ്ങനെ വേറെ മേടിച്ചു തരാത്തോണ്ട് ഉള്ള ആളെ വെച്ച് കളി നടത്തുന്നതല്ലേ നല്ല കാര്യം. എന്തായാലും മേടിച്ചു തരാൻ പോകുന്നില്ല, അപ്പൊ ഉള്ള ആൾക്കാരനെ എന്തിനാ പറഞ്ഞേക്കണ്ടേ? അല്ല, വേറെ പ്ലേയേഴ്സ് ഉണ്ടല്ലോ. അതാണ് വേറെ പ്ലേയേഴ്സ് അവിടെ മെക്കാലിസ്റ്ററിന് വയ്യാന്നാ പറയുന്നത്. മെക്കാലിസ്റ്ററിന്റെ പൊസിഷനിൽ ഈസി ആയിട്ട് എലിറ്റ് കളിക്കും, അടിപൊളിയായിട്ട് കളിക്കും. അത് പറ്റില്ലല്ലോ, അങ്ങനെ കളിച്ചാ പോരല്ലോ. സ്ലോട്ട് വിചാരിക്കണ പോലെ കളിക്കണ്ടേ. സെന്റർ ബാക്ക് ഇല്ലാന്ന് പറഞ്ഞേച്ചു. സ്ലോട്ടിന്റെ ഫേവറേറ്റ് ആയിട്ട് ഇരുന്നാൽ അവിടെ കളിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പ്ലേയേഴ്സ് ഇല്ലാത്ത, അതായത് വി ആർ ഷോർട്ട് ഓഫ് പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ അയാൾക്ക് പറയാനുള്ള റൈറ്റ്സ് ഇല്ല. ഉള്ള ആൾക്കാരനെ അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം പണ്ട് ക്ലോപ്പ് ഗ്രാവൻബർച്ചിനെ കളിപ്പിച്ചില്ലല്ലോ. അതെ, ക്ലോപ്പ് കളിപ്പിക്കാത്ത പ്ലേയേഴ്സ് ഉണ്ടായിരുന്നല്ലോ. ക്ലോപ്സ് ഫേവറേറ്റ് അല്ല എന്നല്ല പറഞ്ഞിരിക്കണത്. ക്ലോപ്പിന്റെ ആ ഒരു രീതിയിൽ കളിച്ചു വരാൻ സമയം എടുത്തൊന്നല്ലേ പറഞ്ഞല്ലോ. റോബർട്ട്സൺ വരെ അങ്ങനെയായിരുന്നു, ഫെബിനി അങ്ങനെയായിരുന്നു. ക്ലോപ്പ് സലേം മാനെ എന്ന് വന്നു കഴിഞ്ഞപ്പോ മാനെ എടുത്ത് മാറ്റിയില്ലോ. സലയാണല്ലോ പ്രിഫർ ചെയ്തത്, അതുകൊണ്ടാണല്ലോ മാനെ പോയത്. അപ്പൊ അങ്ങനെ എല്ലാ കോച്ചും എല്ലാ മാനേജേഴ്സും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു മണിക്കൂറായി പരിപാടി, ഒരു മണിക്കൂർ 40 മിനിറ്റ് പരിപാടി തീർക്കാൻ ഇങ്ങനെ ഗണേശിന് സ്ലോട്ടിനോടുള്ള ഒരു വിരോധം കാരണം എല്ലാ സ്ലോട്ടിൻ്റെതിലേക്ക് ഇങ്ങനെ പോകുന്ന കാരണം. അല്ല, ഗണേശ് കുഴപ്പമില്ല. ഇതിപ്പോ ഇതാവും, എന്താ അറിയോ, സ്ലോട്ട് അടുത്ത കളി ലിവർപൂൾ തോറ്റാൽ ഗണേശന്റെ ഫാൻസ് ഉണ്ടാവും, അടുത്ത ലിവർപൂൾ ജയിച്ചാൽ ഫാൻസ് സ്ലോട്ട് ഫാൻസ് വരും. എനിവേ, സി സപ്പോർട്ട് എനിബഡി ഹു മേക്സ് ലിവർപൂൾ വിൻ ദ ഗെയിംസ്, അത്രേ ഉള്ളൂ. അതിനകത്ത് ഐഡിയോളജിക്കലി വ്യത്യാസം വരുന്നത്, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ഹെൽതി ഫോർ എ ക്ലബ് ടു സാക്ക് എ മാനേജർ മിഡ് സീസൺ. ഇപ്പൊ ചെൽസിക്ക് ഉണ്ടായ അവസ്ഥ പോലെ മിഡ് സീസൺ വന്നു, വരുന്ന ആള് എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഡൗട്ടില് സീസൺ കൊണ്ടുപോകുന്ന സ്റ്റൈല് ഐ ഡോണ്ട് തിങ്ക് FSG വിൽ ഡു. ദേ വിൽ വെയിറ്റ് ടിൽ ദ എൻഡ് ഓഫ് ദ സീസൺ ആൻഡ് സീ എന്നാണ് എന്റെ ഒപ്പീനിയൻ. ആൻഡ് ദർ ആർ പീപ്പിൾ ഹു വാണ്ട് എ ക്വിക്ക് ചേഞ്ച്. അതായത് ഇന്ന് ഗ്രൂപ്പിൽ ചിലർ പറഞ്ഞു, ഇന്ന് സ്ലോട്ട് പോയി കഴിഞ്ഞാൽ പുതിയ മാനേജർ വന്ന് ലീഗ് വരെ അടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. So it's all about opinions. Anyway, let's see. We have a game. Very busy period. We have a game in tomorrow. Baki games undu, and Sunday we are playing Fulham away. We'll be back on Monday. Alle AFCON day nammal cheyyunnille. AFCON ചെയ്യണ്ടേ? ഞാൻ നോക്കിയപ്പോ പ്രീ ക്വാർട്ടർ മീൻസ് 16 റൗണ്ട് ഓഫ് 16 ആണ്. അത്രയും ടീംസിനെ കുറിച്ച് പറയണ്ടല്ലോ. അത് കാരണം ഇനി ഈ സ്റ്റേജ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഇരിക്കാന്ന് വിചാരിച്ചു. ക്വാർട്ടർ ഫൈനൽ എത്തുമ്പോഴേക്കും നമുക്ക് എല്ലാ ടീമിനെയും, അതുവരെയുള്ള ടീമിനെ കുറിച്ചും ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രധാന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു സെഷൻ നമുക്ക് കുറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉഗാണ്ടയുടെ പ്രസിഡന്റും കുറെ സംഭവങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. കുറെ രസമുള്ള കാര്യങ്ങൾ സംഭവിച്ചു. നമുക്ക് അത് തന്നെ സംസാരിക്കാനുള്ള ഒരു സംഗതികളുണ്ട്. അത് നമുക്ക് എന്തായാലും ഇരിക്കുക ഒരു ദിവസം, വേറൊരു ദിവസം
ഓക്കെ. അപ്പോ എനിവേ എക്സൈറ്റഡ് ഫോർ ദ നെക്സ്റ്റ് മാച്ച്. എല്ലാവർക്കും ബൈ. Yeah, just this. Never give up. ബൈ. Slot.